السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم لك الحمد كما هديتنا للإسلام وجعلتنا خير أمة أخرجت للناس وأرسلت إلينا أفضل رسل وأنزلت إلينا خير كتبك وشرعت لنا أفضل شرائع دينك وعلمتنا الحكمة والقرآن. اللهم لك الحمد كثيرا كما تنعم كثيرا ولك الشكر كثيرا كما تهب كثيرا. لا إله إلا الله رب الأرباب مسبب الأسباب ولانت لجبروته الشدائد الصلاب. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة وسلاما دائمين متلازمين إلى يوم الدين. كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. قد بلغت الرسالة وأديت الأمانة ونصحت الأمة فجزاك الله عنا خير ما جزى به نبيا عن أمته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. بارك الله لنا ولكم بالقرآن العظيم وعصمنا وإياكم برحمته من الشيطان الرجيم وجعلنا وإياكم ممن يتلون آياته آناء الليل وأطراف النهار. وقال سيدنا ونبينا محمد صلى الله عليه وسلم: من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه أو كما قال سيدنا محمد صلى الله عليه وسلم. സമാദരണീയരായ സുലൈമാൻ ഹാജി അവർകളെ, ആദരണീയരായ അബ്ദുൽ ഖാദിർ ക, ബഷീർ സാഹിബ്, ബഹുമാനരായ ഹാജിക്ക, പ്രിയങ്കരനായ എൻ്റെ സുഹൃത്ത് അഷ്റഫ് സാഹിബ്, ബഹുമാനരായ അമീദ് സാഹിബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ വേദിയിൽ ഒരുമിച്ച് കൂടിയ പോലെ നാളെ നമ്മുടെ മാതാപിതാക്കളോടുകൂടെ, ഭാര്യ സന്താനങ്ങളോടുകൂടെ, നാം ഇഷ്ടപ്പെട്ട, നമ്മെ ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങളോടുകൂടെ, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്നിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ അഅലയിലും അല്ലാഹു നമ്മെ ഇതുപോലെ ഒരുമിച്ച് കൂട്ടട്ടെ. അല്ലാഹുമ്മ ആമീൻ. ഈ വേദിയിൽ വന്നെത്തിയ എൻ്റെ ബഹുമാന്യരും പ്രിയപ്പെട്ടവരുമായ എൻ്റെ ജ്യേഷ്ഠ അനുജ സഹോദരന്മാർ, എനിക്കറിയാം ഈ സംരംഭത്തിന് വരുന്ന ഓരോരുത്തരും വേറെ ഒരു ജോലി ഇല്ലാത്തത് കൊണ്ടല്ല ഇവിടെ എത്തിപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച്
അള്ളാഹുവിൻ്റെ ഇൽമിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ സദസ്സിലേക്ക് വരുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. നാം പിരിഞ്ഞു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പോലെ നാം പിരിഞ്ഞു പോകുമ്പോൾ റഹ്മത്തിൻ്റെ മലക്കുകൾ ഖൂമു മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ പൊയ്ക്കോളൂ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാന വബല്ലിഗ്നാ റമളാൻ വവഫിഖ് ലനാ ഫീഹി ലിസ്സിയാമി വൽഖിയാമി വതിലാവത്തിൽ ഖുർആൻ. അല്ലാഹുവേ, ശഅബാനിൽ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ, റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ തമ്പുരാനെ. റമളാനിൽ നിനക്ക് ഇബാദത്ത് ചെയ്യുവാനും നിന്നെ ആരാധിക്കുവാനുമുള്ള സൗഭാഗ്യവും തൗഫീഖും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുമ്മ ആമീൻ. സഹോദര സഹോദരിമാരെ, ഇന്ന് നാം സെലക്ട് ചെയ്ത സബ്ജക്റ്റ് റമളാൻ വിളിക്കുന്നു സ്വർഗത്തിലേക്ക് എന്നതാണ്. റമളാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ യഥാർത്ഥ വിശ്വാസിയുടെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ സന്തോഷമാണ്, ആശ്വാസമാണ്, സമാധാനമാണ്. റബ്ബിൻ്റെ ഓർമ്മകൾ അവൻ്റെ അന്തരാളങ്ങളിൽ നിർഗളിക്കുകയാണ്. ഇതാണ് ഒരു വിശ്വാസി. റമളാൻ വിളിക്കുന്നു സ്വർഗത്തിലേക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം സൃഷ്ടിച്ചു, നരകവും സൃഷ്ടിച്ചു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ജിബ്രീലെ, സ്വർഗമത ഒന്ന് പോയി നോക്കൂ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ പോയി സ്വർഗം കണ്ടു. എന്നിട്ട് മടങ്ങി വന്നുകൊണ്ട് അല്ലാഹുവിനോട് പറഞ്ഞു, ഫവഇസ്സതിക ലാ യസ്മഉ ബിഹാ അഹദുൻ ഇല്ലാ യദ്ഖുലഹാ. അല്ലാഹുവേ, നിന്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം. ഫവഇസ്സതിക ലാ യസ്മഉ ബിഹാ അഹദുൻ ഇല്ലാ ദഖലഹാ ഇല്ലാ യദ്ഖുലുഹാ. ലാ യസ്മഉഹാ അഹദുൻ ഇല്ലാ ദഖലഹാ. ഈ സ്വർഗത്തെക്കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ ആ സ്വർഗത്തിൽ കടന്നിരിക്കും എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രതികരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ദേഹേച്ഛകൾ കൊണ്ട് സ്വർഗത്തെ പൊതിയുകയാണ്. ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ് വഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത് എന്നാണ് മറ്റൊരു ഹദീസിൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കെന്താണോ ചെയ്യാൻ ആഗ്രഹമുള്ളത്, നമ്മുടെ വികാരങ്ങൾ എന്തൊക്കെയാണോ നമ്മോട് പറയുന്നത്, ആ കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ പൊതിഞ്ഞിരിക്കുന്നു. സ്വർഗത്തെയോ അല്ലാഹു പൊതിഞ്ഞത് നമുക്ക് വെറുപ്പുള്ള കാര്യങ്ങളാണ്. മനുഷ്യൻ സ്വമേധയാ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കടമ്പകളായി ഉള്ളത്. ഉദാഹരണത്തിന് നമ്മുടെ മുമ്പിലുള്ള റമളാൻ. സ്വമേധയാ ഒരു മനുഷ്യൻ എന്ന നിലക്ക്, പ്രകൃത്യ ഒരു മനുഷ്യൻ എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ പ്രീതി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രീതി നാം കാക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മളാരും 15 മണിക്കൂർ വൃഥ പട്ടിണി കിടക്കാൻ ആഗ്രഹിക്കോ? ഇല്ല. നമുക്ക് വെള്ളം കുടിക്കാൻ ആഗ്രഹമുണ്ട്, ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, നമ്മുടെ ഭാര്യയുമായി ബന്ധപ്പെടാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അള്ളാഹുവിനെ ഭയന്നത് കൊണ്ട് ചെയ്യുന്നില്ല. ഇങ്ങനെ വെറുക്കുന്ന കാര്യങ്ങളുമായി സ്വർഗത്തെ പൊതിഞ്ഞപ്പോ അത് കണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത് അള്ളാഹുവിന്റെ സന്നിധാനത്തിൽ മടങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവേ, വഇസ്സതിക
നിന്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം. ഈ സ്വർഗത്തിൽ ആരെങ്കിലും കടക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത്രയും പ്രയാസമാണ് ഈ സ്വർഗത്തിൽ കടക്കാൻ. ഇനി നമ്മുടെ മുമ്പിൽ സ്വർഗത്തിലേക്കുള്ള കടമ്പ എന്ന് പറയുന്നത് റമളാനാണ്. ഈ റമളാൻ നമ്മെ വിളിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. ഖുർആൻ പറയുന്നു, യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക ഖദ്ഹൻ ഫമുലാഖീഹ്. മനുഷ്യ, നീ റബ്ബിന് വേണ്ടി അധ്വാനിക്കണം, റബ്ബിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ മാത്രമേ നിന്റെ റബ്ബിനെ കണ്ടെത്താൻ നിനക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ നാം അധ്വാനിച്ചെങ്കിൽ മാത്രമേ, കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ആ സ്വർഗത്തിലേക്ക്, നമ്മുടെ തറവാടായ സ്വർഗത്തിലേക്ക് നമ്മുടെ പിതാവ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമും നമ്മുടെ മാതാവ് ഹവ്വ റളിയല്ലാഹു തആല അൻഹയും എവിടെ നിന്നാണോ പോന്നത് ആ സ്വർഗത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ തീർച്ചയായും അധ്വാനിക്കേണ്ടി വരും, കഷ്ടപ്പെടേണ്ടി വരും. അല്ലാതെ വെറുതെ പോകാൻ സാധ്യമല്ല. നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പൊതുവെ ജനങ്ങൾക്കൊക്കെ വളരെ പ്രതീക്ഷയാണ്, ശുഭാപ്തി വിശ്വാസമാണ്. എന്താണ് ആ വിശ്വാസം? ഞാൻ ഏതായാലും സ്വർഗത്തിൽ കിടക്കുമായിരിക്കും. നരകത്തിൽ കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ മുശ്രിക്കീങ്ങളായ, കാഫിരീങ്ങളായ, അല്ലെങ്കിൽ നാം നമ്മുടെ മനസ്സിൽ കാണുന്ന ചില ആളുകളെ, ഇവരൊക്കെയാ നരകത്തിൽ പോവുള്ളൂ. ഞാനും നമ്മളോട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഏതായാലും സ്വർഗത്തിൽ കനയിക്കാറും. ആ പ്രതീക്ഷ മുസ്ലിമിന് വേണം, മുഅ്മിനിന് വേണം. അതേ സമയം നരകത്തിൽ നിന്ന് നാം ഭയപ്പെടുകയും വേണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം 12,000 പ്രാവശ്യം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ടായിരുന്നു. ആരാണിത്? അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വലവാത്തു റബ്ബി വസലാമുഹു അലൈഹി. അവരോട് കൂടെ സദാ ഉണ്ടായിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം 12,000 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ടായിരുന്നു അള്ളാഹുവിനോട്. ഇത് കേൾക്കുമ്പോൾ നാം അത്ഭുതം പെടണം. സഹാബത്ത് ചോദിച്ചു, അബൂ ഹുറൈറ, താങ്കൾ എന്തിനാ ഇത്രയധികം ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്നിട്ടെങ്കിലും നരകത്തിൽ നിന്ന് ഞാനൊന്ന് രക്ഷപ്പെടട്ടെ. നോക്കൂ നിങ്ങൾ, ആരാണ് ഈ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആണ് പറയുന്നത്. 12,000 പ്രാവശ്യം, 100 അല്ല, 200 അല്ല, 1000 അല്ല, 2000 അല്ല, 12,000 തവണ ഒരു ദിവസം അദ്ദേഹം ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, എന്നിട്ടെങ്കിലും അബൂ ഹുറൈറ നരകത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ. അവർക്കൊക്കെ അത്രമാത്രം നരകത്തെ ഭയമായിരുന്നു. നമുക്കൊക്കെ ആണെങ്കിലോ, നമ്മളൊക്കെ ഇവിടുന്ന് തന്നെ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ച പോലെയാണ്, റെക്കമെൻഡേഷൻ ലെറ്റർ നമ്മുടെ പോക്കറ്റിൽ ഇട്ട പോലെയാണ് നമ്മുടെയൊക്കെ ഭാവം. ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന ഭാവം അങ്ങനെയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഹറാമാണെങ്കിൽ പോലും അതത്ര വിഷയമല്ല എന്ന ഒരു ഭാവമാണ് ഇന്ന് സമൂഹത്തിന് ഒരിക്കലും ഉണ്ടായിക്കൂടാ. ഇതൊക്കെ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളാണ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ നാം അംഗീകരിക്കണം. ഹറാമിനെ അത്രമാത്രം നാം ഭയപ്പെടണം. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. അള്ളാഹു അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാവട്ടെ. റമളാൻ സ്വർഗത്തിലേക്ക് വിളിക്കുന്നു. ഈ റമളാൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുവർണാവസരമാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് മാസം വന്നാൽ ദുആ ചെയ്യുമായിരുന്നു. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ റസൂലിനെ ഉദ്ധരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് പ്രദാനം ചെയ്യണേ. വബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കുകയും ചെയ്യണേ എന്ന് മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ സലഫു സാലിഹീങ്ങളായ ആളുകൾ, പൂർവസൂരികളായ പണ്ഡിതന്മാരും മഹത്തുക്കളും ദുആ ചെയ്യാറുണ്ടായിരുന്നു. മഹാനായ മുഅല്ല ബിൻ അൽ ഫദ്ൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അവരൊക്കെ ദുആ ചെയ്യാറുണ്ടായിരുന്നു. 6 മാസം മുമ്പ് അവർ ദുആ ചെയ്യാൻ തുടങ്ങുമായിരുന്നു. 6 മാസം മുമ്പ്, റമദാനിന്റെ 6 മാസം മുമ്പ് അവർ ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. 6 മാസം മുമ്പ്, റമദാനിന്റെ 6 മാസം മുമ്പ് സലഫു സാലിഹീങ്ങളായ ആളുകൾ ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, അല്ലാഹുവേ ഞങ്ങളെ റമദാനിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ആ റമദാൻ സമാഗതമായാൽ ആ റമദാനിൽ നമസ്കരിക്കുവാനും നോമ്പനുഷ്ഠിക്കുവാനും നിന്റെ കിതാബ് പാരായണം ചെയ്യുവാനും ഞങ്ങൾക്ക് സൗഭാഗ്യവും തൗഫീഖും പ്രദാനം ചെയ്യണേ എന്ന് 6 മാസം മുമ്പ് മുതൽ അവർ ദുആ ചെയ്യാൻ തുടങ്ങുമായിരുന്നു. അത് തീർന്നില്ല. ഈ റമദാൻ കഴിഞ്ഞ് പിന്നെ 6 മാസം അവരുടെ ദുആ എന്താണെന്നറിയോ? അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ റമദാൻ, അല്ലാഹുവേ കഴിഞ്ഞ റമദാൻ ഞങ്ങൾ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. നിങ്ങൾ നോക്കൂ, 6 മാസം മുമ്പ് ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, അല്ലാഹുവേ റമദാനിൽ ആരാധന ചെയ്യാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്യണേ. 6 മാസം റമദാൻ കഴിഞ്ഞിട്ട് ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ റമദാൻ, അല്ലാഹുവേ കഴിഞ്ഞ റമദാനിൽ ഞങ്ങൾ ചെയ്ത സുകൃതങ്ങളൊക്കെ സാലിഹാത്തുകളൊക്കെ അല്ലാഹുവേ നീ സ്വീകരിക്കണേ നാഥ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം മുഴുക്കയും റമദാനായിരുന്നു. 12 മാസമല്ലേ ഉള്ളൂ. 6 മാസം ദുആ ചെയ്തിരുന്നത് റമദാൻ സമാഗതമാകാൻ, 6 മാസം ദുആ ചെയ്യുന്നത് റമദാനിലെ ആരാധനാ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ. ഇത്രമാത്രം പ്രാധാന്യമായിരുന്നു റമദാനിന്. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും സലഫു സാലിഹീങ്ങളായ ആളുകളും റമദാനിന് ഇത്രമാത്രം പ്രാധാന്യമായിരുന്നു കൊടുത്തിരുന്നത്. വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ, ഖുർആൻ പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല വറബ്ബുക യഖ്ലുഖു മാ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കും. വയഖ്താർ, അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല സെലക്ട് ചെയ്യും, തിരഞ്ഞെടുക്കും. അല്ലാഹു മനുഷ്യന്മാരെ സൃഷ്ടിച്ചു, സൃഷ്ടികളെ മുഴുവനും സൃഷ്ടിച്ചു. അതിൽ നിന്ന് അല്ലാഹു ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു അഷ്റഫുൽ ഖൽഖായി തിരഞ്ഞെടുത്തു. സാദിഖുൽ മസ്ദൂഖ് ഹബീബുൽ മഹ്ബൂബ് മുഹമ്മദിനിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറാ. അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതനും ഉത്കൃഷ്ടനും തന്റെ ഹബീബുമായി തെരഞ്ഞെടുത്തു, മുഹമ്മദ് മുസ്തഫ സ്വലവാതു റബ്ബി വസലാമുഹു അലൈഹി. അവർ കഴിഞ്ഞ് പിന്നെ ഉലുൽ അസ്മുകളെ തെരഞ്ഞെടുത്തു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങിയ പ്രമുഖന്മാരായ പ്രവാചകന്മാരെ ഉലുൽ അസ്മുകളായി, ഏറ്റവും ശ്രേഷ്ഠരായ പ്രവാചകന്മാരായി അള്ളാഹു തെരഞ്ഞെടുത്തു. അതിനുശേഷം 313 മുർസലീങ്ങളെ തെരഞ്ഞെടുത്തു. അതിനുശേഷം പിന്നെ 1,00,000 അല്ലെങ്കിൽ 2,24,000 പരം പ്രവാചകന്മാരെ അള്ളാഹു സെലക്ട് ചെയ്തു. പിന്നീട് സഹാബത്തിനെ, പിന്നീട് താബിഈങ്ങളെ, ഇങ്ങനെ അള്ളാഹു ഓരോരുത്തർക്കും ഓരോ ദറജ അള്ളാഹു നൽകി. വമാ മിന്നാ ഇല്ലാ ലഹു മഖാമുൻ മഅലൂം, ഓരോരുത്തർക്കും അറിയപ്പെട്ടൊരു സ്ഥാനമുണ്ട്. എൻ്റെ സ്ഥാനമല്ല എൻ്റെ സഹോദരൻ അബ്ദുൽ ഖാദിർ സാഹിബിന്, അദ്ദേഹത്തിൻ്റെ സ്ഥാനമല്ല ഞങ്ങളുടെ സഹോദരൻ ബഷീർ സാഹിബിന്, അല്ല. വമാ മിന്നാ ഇല്ലാ ലഹു മഖാമുൻ മഅലൂം, ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചിതമായ അറിയപ്പെട്ട സ്ഥാനം അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്. അല്ലാഹു നമ്മുടെയൊക്കെ സ്ഥാനം അവൻ്റെ അടുക്കൽ ഉയർത്തുമാറാവട്ടെ. അല്ലാഹു നമ്മെ സ്വർഗലോകത്ത് ഉന്നതമായ സ്ഥാനങ്ങളിൽ
അള്ളാഹു കുടിയിരുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ആമീൻ. മനുഷ്യന്മാരെ അള്ളാഹു അങ്ങനെയാണ് സെലക്ട് ചെയ്തത്. നോക്കൂ നിങ്ങൾ, മലക്കുകൾ, ഒരുപാട് മലക്കുകളെ, കോടാനകോടി, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത അത്രമാത്രം മലക്കുകളെ അള്ളാഹു സൃഷ്ടിച്ചു. ആകാശത്തെ ബൈത്തുൽ മഅമൂറിൽ ഒരു ദിവസം, ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞാൽ മക്കയിലെ കഅബയുണ്ടല്ലോ ഭൂമിയിൽ, ഇതുപോലത്തെ ആകാശത്ത് മലക്കുകൾക്ക് ഹജ്ജ് ചെയ്യാൻ, മലക്കുകൾക്ക് ഉംറ ചെയ്യാൻ, മലക്കുകൾക്ക് തവാഫ് ചെയ്യാനുള്ള അള്ളാഹുവിൻ്റെ ഗേഹമാണ് ബൈത്തുൽ മഅമൂർ. ഈ ബൈത്തുൽ മഅമൂറിൽ ഒരു ദിവസം 70,000 മലക്കുകൾ തവാഫ് ചെയ്യുന്നുണ്ട് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ഒരു ദിവസം അള്ളാഹു ഈ ലോകം പടച്ചത് മുതൽ ഖിയാമത്ത് നാൾ വരെ അത് തുടർന്നുകൊണ്ടിരിക്കും. ഏത് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഇൻറ്റു കണക്കാക്കുക? 70,000 ഇൻറ്റു സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കിയേ, എത്രമാത്രമാണ് അള്ളാഹുവിൻ്റെ മാലാഖമാർ. അവരിൽ ഏറ്റവും ശ്രേഷ്ഠനായവർ ആരാണ്? മഹാനായ ജിബ്രീൽ, മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങിയ പ്രമുഖന്മാരായ മലക്കുകളാണ്. അള്ളാഹു ഭൂമി സൃഷ്ടിച്ചു. മക്കയെ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാക്കി അള്ളാഹു മാറ്റി. പിന്നീട് മദീനയാണ്, പിന്നീട് ബൈത്തുൽ മുഖദ്ദസാണ്. ഇങ്ങനെ അള്ളാഹു ഒരുപാട് സ്ഥാനങ്ങൾ കൊടുത്തു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഓരോന്നിനെ സെലക്ട് ചെയ്തു. നിങ്ങൾ നോക്കൂ, ദിവസങ്ങൾ, വെള്ളിയാഴ്ചയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. ഇനി സമയങ്ങൾ, മണിക്കൂറുകൾ നോക്കൂ. ഫജ്റിന്റെ മുമ്പുള്ള സുബഹി ബാങ്ക് വിളിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സമയമാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം. മാസങ്ങൾ, അവിടേക്കാണ് നാം വരുന്നത്. 12 മാസങ്ങളുണ്ട്. ഈ മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം റമദാൻ കരീമാണ്. അള്ളാഹു ഇത്രമാത്രം ശ്രേഷ്ഠമാക്കി ഈ മാസത്തെ. ഈ മാസത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാള് ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർളിൻ്റെ കൂലിയാണ്. ഒരു ഫർള് ചെയ്താലോ അതിൻ്റെ 70 ഇരട്ടിയുമാണ്. ഒരാള് ഒരു ഫർള് നമസ്കാരം നിർവഹിച്ചാൽ, മഗ്രിബിക്ക് ഒരു നമസ്കാരം നിർവഹിച്ചാൽ 70 മഗ്രിബ് നമസ്കാരം നിർവഹിച്ച കൂലി ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മളൊക്കെ ഇവിടെ ജീവിക്കുമ്പോൾ ഒരുപാട് ഓഫറുകൾ, ഒരുപാട് ആനുകൂല്യങ്ങൾ നമ്മൾ കാണാറും കേൾക്കാറുമുണ്ട്. ഇപ്പോൾ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ, സൂപ്പർ മാർക്കറ്റിൽ വീക്കെൻഡ് പ്രമാണിച്ച് 50% ഡിസ്കൗണ്ട് ഉണ്ട് എന്നറിഞ്ഞാൽ ആ സൂപ്പർ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകാൻ നാളെ സാധിക്കൂല. കാരണം എന്താ? ജനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും, അത്രമാത്രം തിരക്കായിരിക്കും. ദുന്യാവിൻ്റെ കാര്യങ്ങളിൽ അങ്ങനെയാണ് മനുഷ്യന്മാർ. എങ്കിൽ റമദാനിൽ സാധാരണഗതിയിൽ നാം കാണുന്നതാണ്, ആദ്യത്തിലൊക്കെ ആ തിരക്കൊക്കെ കാണും, പിന്നെ അതൊക്കെ എവിടെയോ പോയി പോകുന്നത് കാണാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചുരുക്കി പറഞ്ഞാൽ റമദാൻ അത്രമാത്രം ശ്രേഷ്ഠമായ മാസമാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ആനുകൂല്യമാണ് റമദാൻ. മുമ്പ് കാലത്തെ ആളുകളൊക്കെ 1000 കൊല്ലം, 1500 കൊല്ലമൊക്കെ സാധാരണ ജീവിക്കുമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോടൊരു സംഭവം പറയുന്നുണ്ട്. രസകരമായൊരു സംഭവമാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഹാബത്തെ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമുദായത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ കുഞ്ഞ് ചെറുപ്പത്തിലേ മരിച്ചുപോയി. അങ്ങനെ അവർ അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, എത്രാമത്തെ വയസ്സിലാ മരിച്ചു പോയത്? ചെറുപ്പത്തിലേ മരിച്ചതാണല്ലോ. 300-ാമത്തെ വയസ്സിലാ മരിച്ചത്.
300-ാമത്തെ വയസ്സിലാണ് മരിച്ചു പോയത്. കാരണം എന്താണ്? 1000-ഉം 1500 വർഷവും ജീവിക്കുന്ന ആൾക്കാരല്ലേ. 300-ൽ മരിച്ചു പോയാൽ ഇന്നൊക്കെ 12-ാമത്തെ വയസ്സിൽ മരിക്കുന്ന പോലെയാണ്. നോക്കൂ നിങ്ങൾ, അത്രമാത്രം ദൈർഘ്യം ആയുസ്സിനവർക്കുണ്ടായിരുന്നു. അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്താ? 1500 വർഷം അല്ലെങ്കിൽ 1700 വർഷം അള്ളാഹുവിന് ആരാധന ചെയ്തുകൊണ്ട് ആ ആരാധനകൾ വെച്ചുകൊണ്ടാണ് അവർ സ്വർഗത്തിലേക്ക് പോയിരുന്നത്. നമ്മളോ 1000 പോയിട്ട് 500 പോയിട്ട് 100 പോലും ജീവിക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ ഉമ്മത്ത് 60-ന്റെയും 63-ന്റെയും ഇടയിലുള്ളവരാണ്. ഇതാണ് നമ്മുടെ വയസ്സ്. ഇനി 63 വയസ്സായാൽ ഒരാൾ മരിച്ചു പോയാൽ മധ്യവയസ്കൻ മരിച്ചു എന്ന് പറയാൻ നിൽക്കണ്ട. വയസ്സൻ മരിച്ചു, മധ്യവയസ്കനല്ല. വയസ്സായ ആൾ മരിച്ചു. 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വയസ്സനാ. 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വയസ്സന്മാരാണ്. മഹാനായ ഗസാലി ഇമാം റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, 40 വയസ്സ് കഴിഞ്ഞിട്ട് നീ നിന്റെ ആഖിറത്തിന്റെ കാര്യത്തിൽ കാര്യമായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിന്റെ കാര്യം കട്ടപ്പുകയാണ്. ഇമാം ഗസാലി റഹിമഹുല്ലാ പറയാണ്, ഒരാള് ആണോ പെണ്ണോ ആവട്ടെ 40 വയസ്സ് അവന് അല്ലെങ്കിൽ അവൾക്ക് കഴിഞ്ഞു. നമ്മളൊക്കെ അന്നും യുവാക്കളാണ് അല്ലേ? 40 വയസ്സ് കഴിഞ്ഞിട്ട് നിന്റെ ആഖിറത്തിന്റെ കാര്യത്തിൽ കാര്യമായി നീ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിന്റെ കാര്യം കഷ്ടമാണ്. അപ്പോൾ വയസ്സാകും തോറും നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കണം. ഇബ്ലീസ് എപ്പോഴും നമുക്കിങ്ങനെ തോന്നിച്ചുകൊണ്ടിരിക്കും. എന്താണറിയോ? നീ ഇപ്പോഴും ചെറുപ്പല്ലേ, 45 വയസ്സോ, യുവാവല്ലേ നീ ഇപ്പോഴും യുവസംഘടനയുടെ പ്രസിഡന്റ് അല്ലേ, 50 വയസ്സ് ചെറുപ്പമല്ലേ നീ, 55 വയസ്സ്. നിന്റെ വല്ലിപ്പയും വല്ലിപ്പാന്റെ വല്ലിപ്പയൊക്കെ മരിച്ചു പോയത് 93-ാമത്തെ വയസ്സിലല്ലേ. എത്ര കാലം നിന്റെ മുമ്പിൽ ഇനിയും ദീർഘമായി കിടക്കുകയാണ്? ഒരിക്കലുമല്ല. 40 വയസ്സായ പിന്നെ ഇമാം ഗസാലി റഹിമഹുല്ലാ പറഞ്ഞ പോലെ നമ്മളൊക്കെ വയസ്സന്മാരായി. അതനുസരിച്ച് നമ്മൾ ആഖിറത്തിന് വേണ്ടി ജോലി ചെയ്യാൻ തുടങ്ങണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ചുരുക്കി പറഞ്ഞാൽ റമദാൻ, അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാൻ സമാഗതമായാൽ സന്തോഷത്തോടെ പറയുമായിരുന്നു, ജാഅകും ശഹ്റു റമദാൻ, ജാഅകും ശഹ്റു റമദാൻ, ശഹ്റുൻ മുബാറക് കതബല്ലാഹു അലൈക്കും സിയാമ ഫീഹി തുഫ്തഹു അബ്വാബുൽ ജന്ന വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം വതുഗല്ലു ഫീഹി ശയാത്തീൻ വഫീഹി ലൈല ഖൈറുൻ മിൻ അൽഫി ശഹർ മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഹ്ലാദത്തോടെ വിളിച്ചു പറയുമായിരുന്നു. ജാഅകും ശഹ്റുൻ മുബാറക്, ജാഅകും ശഹ്റു റമദാൻ, ഇതാ നിങ്ങൾക്ക് റമദാൻ സമാഗതമായിരിക്കുന്നു. ഇത് അനുഗ്രഹീതമായ മാസമാണ്. ഈ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഈ മാസത്തിൽ സ്വർഗത്തിന്റെ വാതിലുകൾ മുഴുവനും തുറക്കപ്പെടുകയാണ്, നരകത്തിന്റെ വാതിലുകൾ മുഴുവനും കൊട്ടിയടക്കപ്പെടുകയാണ്, ശൈത്താന്മാർ ബന്ദികളാക്കപ്പെടുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ, ആ റമദാനിൽ ഒരു രാത്രിയുണ്ട്, അത് 1000 മാസങ്ങളെക്കാൾ പവിത്രമാണ്. ആ മാസം, ആ രാത്രി 1000 മാസങ്ങളെക്കാൾ പവിത്രമാണ്. വഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിം, ആർക്കെങ്കിലും അത് നഷ്ടപ്പെട്ടാൽ അവൻ നഷ്ടപ്പെട്ടവൻ തന്നെയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് വിശദീകരണം നമുക്ക് വഴിയാവാം. ഇമാം നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്. അതുപോലെ ഇമാം അഹ്മദ് റഹിമഹുല്ലാ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, ലൗ യഅലമുൻ നാസു മാ ഫീ റമദാൻ ലതമന്നത് ഉമ്മതി അൻ യകൂന റമദാനു അസ്സനത കുല്ലഹാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റമദാനിൽ അള്ളാഹു നൽകിയ ഖൈർ എൻ്റെ ഉമ്മത്തിലെ ആളുകൾ യഥാവിധി മനസ്സിലാക്കുകയാണെങ്കിൽ വർഷം മുഴുവനും റമദാൻ ആവാൻ അവർ ആഗ്രഹിക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഇതെന്താ നമ്മൾ ആഗ്രഹിക്കാത്തത്?
അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ ആളുകൾ വർഷം മുഴുവനും റമദാൻ ആകാൻ ആഗ്രഹിക്കാത്തത് എന്തുകൊണ്ടാണ്? നമുക്കതിനെക്കുറിച്ച് അറിയില്ല. എനിക്കും നിങ്ങൾക്കും അതേക്കുറിച്ച് അറിയില്ല. അതുകൊണ്ടാണ് നാം ആഗ്രഹിക്കാത്തത്. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, ജനങ്ങൾ അറിയുമായിരുന്നെങ്കിൽ വർഷം മുഴുവനും റമദാൻ ആവാൻ അവർ ആഗ്രഹിക്കുമായിരുന്നു. ഇന്ന് ഒരു മാസം പോയിട്ട് അതെങ്ങനെയെങ്കിലും ഒരു 10 ദിവസം ആക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരാഴ്ച ആക്കാൻ പറ്റുമോ എന്ന് ആശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നുള്ളത്. റമദാനിൽ മാസം കണ്ടാൽ യാതൊന്നും കണ്ടിട്ടുണ്ടാവില്ല, അതൊക്കെ എങ്ങനെയും തോന്നിയതേക്കാരത്. ഇനി പെരുന്നാളിന് മാസം കണ്ടാലോ കണ്ടിട്ടില്ലെങ്കിലും കാണാതെ ഇപ്പം സൗദിയിൽ നോമ്പല്ലേ നാളെ, ഇനി എവിടെ കാണാതിരിക്കണത്? എത്ര ഫത്വയ്ക്കാരെന്നറിയോ? അതിൻ്റെയൊക്കെ പിൻവശം നാം മനസ്സിലാക്കണം. അതൊക്കെ എന്താണ്? റമദാൻ ആവാൻ അത്രേ താല്പര്യമുള്ളൂ. റമദാൻ ആവാൻ അത്രേ താല്പര്യമുള്ളൂ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ റമദാൻ നാം പറഞ്ഞ പോലെ അത്രമാത്രം ശ്രേഷ്ഠമാണ് ഈ റമദാൻ. ഇതേക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ, അള്ളാഹു ഇഷ്ടദാസന്മാരെ, തനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ വിളിച്ചുകൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, എന്നെ വിശ്വസിച്ചവരെ, എൻ്റെ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് റമളാനിൽ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമുദായത്തിന് നിർബന്ധമാക്കിയ പോലെ. എന്തിനാണ് നിർബന്ധമാക്കിയത്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങളൊക്കെ ഭക്തി നിർഭരമായ ജീവിതം അനുഷ്ഠിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാനാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഈ റമദാൻ സ്വർഗത്തിലേക്ക് വിളിക്കുന്നു എന്ന്. യാ അയ്യുഹല്ലദീന ആമനു, ഇവിടെ ഖുർആനിൻ്റെ അഡ്രസ്, ഖുർആനിൻ്റെ അഭിസംബോധന നാം ശ്രദ്ധിക്കണം. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, എന്നെ വിശ്വസിച്ചവരെ. അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ആളുകളെയാണ് അള്ളാഹു വിളിക്കുന്നത്. കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. നമ്മളെ സമാധാനിപ്പിക്കാൻ അള്ളാഹു വീണ്ടും പറയാണ്, നിങ്ങൾക്ക് മാത്രമല്ല നമ്മൾ നോമ്പ് നിർബന്ധമാക്കിയിരുന്നത്. വേഷവിധാനങ്ങളിൽ അല്ലെങ്കിൽ സംവിധാനങ്ങളിൽ വ്യത്യാസമുണ്ടായിരുന്നെങ്കിലും നിങ്ങൾക്ക് മാത്രമല്ല നാം നോമ്പ് നിർബന്ധമാക്കിയത്, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങൾക്കും നാം നോമ്പ് നിർബന്ധമാക്കിയിരുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങൾക്കും നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങൾക്കൊക്കെ ഒരു മാസത്തിൽ 3 പ്രാവശ്യം 3 ദിവസം നോമ്പ് നോക്കൽ നിർബന്ധമായിരുന്നു. ഈ റമദാൻ വരുന്നവരെ ശരീഅത്ത് അങ്ങനെയായിരുന്നു. റമദാൻ നിർബന്ധമാക്കിയത് നമ്മുടെ ശരീഅത്തിലാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ ശരീഅത്തിലാണ്. ഇതിൻ്റെ മുമ്പ് നോമ്പ് എങ്ങനെയായിരുന്നു? ഓരോ മാസവും 3 ദിവസം നോമ്പ് നോക്കൽ നിർബന്ധമായിരുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം ഇനിയാണ് അള്ളാഹു പറയാൻ പോകുന്നത്. എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കിയത്? നിങ്ങളൊക്കെ പൊരിച്ചതും കരിച്ചതും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ച് നിങ്ങളൊക്കെ തടി നന്നാക്കണം, കിലോ കൂട്ടണം, സ്ത്രീകളൊക്കെ അടുക്കളയിൽ കഷ്ടപ്പെടണം, എന്നിട്ട് ഇരുന്ന് തറാവീഹ് നമസ്കരിക്കണം. കാരണം ക്ഷീണിച്ചിട്ട് നിന്ന് നമസ്കരിക്കാൻ സാധിക്കുമല്ലോ. അതിനുവേണ്ടിയാണ് നിർബന്ധമാക്കിയത്. നിങ്ങൾ സീരിയൽ കണ്ട് ക്ഷീണിച്ച് ഉറങ്ങി പിറ്റേന്ന് അത്താഴത്തിന് എണീക്കാൻ വേണ്ടിയിട്ടാ? അല്ല. എന്തിനാ നിർബന്ധമാക്കിയത്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങളൊക്കെ തഖ്വയോടെ
ഭക്തിയോടെ ജീവിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയത്. എന്തിനാ? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയോടെ ഭക്തിയോടെ അല്ലാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കാനാണ്. ലഅല്ലകും തത്തഖൂൻ, ഇതിനാണ് നോമ്പ് നിർബന്ധമാക്കിയത്. എവിടെയാണ് തഖ്വ നാം മനസ്സിലാക്കണം. നോമ്പിന്റെ ആദ്യാന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ ഭക്തിയുള്ളവരാവാൻ വേണ്ടിയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തൻ്റെ നെഞ്ചിലേക്ക്, ഇടത് നെഞ്ചിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആംഗ്യം കാണിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത്തഖ്വ ഹാഹുനാ, അത്തഖ്വ ഹാഹുനാ, അത്തഖ്വ ഹാഹുനാ. 3 പ്രാവശ്യം മുഹമ്മദ് മുസ്തഫ സ്വലവാത്തു റബ്ബി വസലാമുഹു അലൈഹി അവരാവർത്തിച്ചു പറഞ്ഞു, ഇവിടെയാണ് തഖ്വ. നമ്മുടെ ഹൃദയമാണ് ശുദ്ധീകരിക്കപ്പെടേണ്ടത്. ഇവിടെയാണ് തഖ്വയുണ്ടാവേണ്ടത്. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും. അല്ലാഹു നിങ്ങളുടെ വേഷവിധാനങ്ങളിലേക്കോ നിങ്ങളുടെ ശരീര പുഷ്ടിയിലേക്കോ ഒന്നുമല്ല അല്ലാഹു നോക്കുന്നത്. അല്ലാഹു നോക്കുന്നത് വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അല്ലാഹു നോക്കുന്നത്. ഈ ഹൃദയത്തിലെ തഖ്വയാണ് അല്ലാഹുവിന് ആവശ്യം. അല്ലാതെ നിങ്ങൾ ഓരോരുത്തരും 4:20 മുതൽ 7 മണി വരെ ഏകദേശം 15 hours കണ്ടിന്യൂസ്ലി പട്ടിണി കിടക്കുന്നതിലല്ല അല്ലാഹുവിന് താല്പര്യം. അതല്ല അല്ലാഹുവിന് വേണ്ടത്. അതിലൂടെ നിങ്ങൾക്ക് എത്രമാത്രം തഖ്വയുണ്ടാകുന്നു, നിങ്ങൾക്ക് എത്രമാത്രം ഭക്തി ഉണ്ടാകുന്നു എന്നാണ് അല്ലാഹു നോക്കുന്നത്. ലഅല്ലകും തത്തഖൂൻ, ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റുബ്ബ സായിമിൻ ലൈസ ലഹു ഹദ്ദും മിൻ സൗമി ഇല്ലൽ ജൂഉ വൽ അതശ്. എത്ര നോമ്പുകാരാണ്, അവർക്ക് അവരുടെ നോമ്പ് കൊണ്ട് കേവലം ദാഹവും വിശപ്പുമല്ലാതെ മറ്റൊന്നുമില്ല. രാവിലെ മുതൽ, രാവിലെ എന്ന് പറഞ്ഞാൽ പുലർച്ചെ മുതൽ, ഇപ്പം എത്രക്കാ ബാങ്ക്? 4 8 9 അപ്പോഴത്തേക്ക് ബാങ്ക് കൊടുക്കും. ഇന്ന് ഞാൻ 11 എണീറ്റത്, എന്നിട്ട് എന്നെ ചെന്നപ്പോൾ ജമാ തുടങ്ങിയിട്ടുണ്ട്. അപ്പം 8 ഒക്കെ ആയിട്ട് ബാങ്ക് കൊടുക്കും. അപ്പം നിങ്ങൾ നോക്കിയേ, 4 മണിക്ക് തുടങ്ങുകയാണ്. 4 മണിക്ക് തുടങ്ങിയിട്ട് 7 6 59 7 മണിക്ക് തന്നെ ഇനി കൂടാൻ പോവാണ്. എത്ര മണിക്കൂറായി? 15 മണിക്കൂർ കണ്ടിന്യൂസ്ലി പട്ടിണി കിടക്കാണ്. അവരെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, റുബ്ബ സായിമിൻ ലൈസ ലഹു ഹദ്ദും മിൻ സൗമി ഇല്ലൽ ജൂഉ വൽ അതശ്. ഇങ്ങനെ 15 മണിക്കൂർ പട്ടിണി കിടക്കുന്ന ഈ സായിമിന്, ഈ നോമ്പുകാരൻ, അവസാനം ഇവന്റെ പട്ടിണിയും ഇവന്റെ പരിവട്ടവും ഇവന്റെ വിശപ്പും അല്ലാതെ ഒന്നും ബാക്കിയില്ല, തഖ്വയില്ല. എന്ത് കാര്യമാണ് അതുകൊണ്ടുള്ളത്? എന്ത് കാര്യമാണ് എൻ്റെ സഹോദരന്മാരെ അതുകൊണ്ടുള്ളത്? ഇന്ന് നാം പരിശോധിക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ഇങ്ങനത്തെ നോമ്പുകാരാണ്. പുലർച്ചെ മുതൽ പട്ടിണി കിടക്കുന്നു, 7 മണി വരെ പട്ടിണി കിടക്കുന്നു. പക്ഷേ വിശപ്പും ദാഹവുമല്ലാതെ അവന് മറ്റൊന്നുമില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മല്ലം യജഅ ഖൗല സൂരി വൽ അമല ബി ഫലൈസ ലില്ലാഹി ഹാജ ഫീ അൻ യജഅ തആമഹു വശറാബഹു. ആരെങ്കിലും ഖൗലു സൂർ വൽ അമല ബിഹി, അത് വിശദമായി നാം പഠിക്കേണ്ട വിഷയമാണ്. മല്ലം യജഅ ഖൗല സൂർ, ആരെങ്കിലും ഖൗലു സൂറും
അതിൻ്റെ പ്രവർത്തനവും ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ ഫീ അൻ യദഅ തആമഹു വശറാബഹു, അവൻ ഭക്ഷണവും പാനീയങ്ങളും ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിന് വലിയ താല്പര്യമൊന്നുമില്ല. എന്താണ് ഖൗലു സൂർ? അള്ളാഹു എന്തൊക്കെ വിലക്കിയോ അതൊക്കെ ഖൗലു സൂറാണ്. ഷഹാദത്തു സൂർ എന്ന് നാം പറയാറുണ്ട്. എന്താണ് ഷഹാദത്തു സൂർ? കള്ളസാക്ഷി പറയുക, ഇല്ലാത്ത സാക്ഷിത്വം പറയുക, അതിനാണ് ഷഹാദത്തു സൂർ എന്ന് പറയുക. ഖൗലു സൂർ എന്ന് പറയുന്നത് ഇല്ലാത്തത് പറയുക, ഫാബ്രിക്കേറ്റ് ചെയ്ത് എന്തെങ്കിലും പറയാം. എൻ്റെ സഹോദരിമാരോട്, പ്രത്യേകിച്ച് എൻ്റെ സഹോദരിമാരോട് നിങ്ങളൊക്കെ മുബാറക്കീങ്ങളായ ആളുകളാണ്. ഈ ക്ലാസ്സിന് വരുന്ന എൻ്റെ സഹോദരന്മാർ, എൻ്റെ സഹോദരിമാർ, നിങ്ങളൊക്കെ മുബാറക്കീങ്ങളായ അനുഗ്രഹീതരായ മനുഷ്യന്മാരാണ്. നിങ്ങളോടത് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും നാം ഈ മെസ്സേജ് പലർക്കും കൈമാറേണ്ടതുണ്ട്. നാം മനസ്സിലാക്കണം, മല്ലം യദഅ ഖൗല സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ ഫീ അൻ യദഅ തആമഹു വശറാബഹു. ആരെങ്കിലും ഖൗലു സൂർ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ, അതുകൊണ്ടുള്ള പ്രവർത്തനം ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ, ഫലൈസ ലില്ലാഹി ഹാജ ഫീ അൻ യദഅ തആമഹു വശറാബഹു, അവൻ ഭക്ഷണവും പാനീയവും കഷ്ടപ്പെട്ട് ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിനൊരു താല്പര്യമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ സഹോദരിമാർ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, സീരിയൽ കാണുന്ന സഹോദരിമാരെ, സ്ത്രീകളെ നിങ്ങൾ പ്രത്യേകിച്ച് ഉത്ബുദ്ധരാക്കേണ്ടതുണ്ട്. എന്താണ് ഖൗലു സൂർ? ഇല്ലാത്തത് മെനഞ്ഞുണ്ടാക്കുക, അതാണ് ഖൗലു സൂർ. ഫാബ്രിക്കേഷൻ, ഇല്ലാത്തത് മെനഞ്ഞുണ്ടാക്കുക. സീരിയലിൽ എന്താണ് നാം കാണുന്നത്? ഏത് സീരിയൽ ആയിക്കോട്ടെ, ഏത് സിനിമ ആവട്ടെ, അതിലൊക്കെ നാം TV ചാനലുകളിൽ അല്ലെങ്കിൽ മറ്റു സോഷ്യൽ മീഡിയ വഴി നാം സിനിമയോ സീരിയലോ കാണുമ്പോൾ നാം എന്താണ് അതിൽ കാണുന്നത്? സംഭവിച്ച കാര്യങ്ങളാണോ കാണുന്നത്? ഒരു വാർത്താ ചാനൽ കാണുന്ന പോലെ സംഭവിച്ച കാര്യങ്ങളാണോ കാണുന്നത്? അല്ല, ആരോ ഫാബ്രിക്കേറ്റ് ചെയ്ത് അവൻ്റെ മനസ്സിൽ ഉത്ഭവിച്ച ഏതോ ഒരു സ്റ്റോറി മെനഞ്ഞുണ്ടാക്കി ആക്ട് ചെയ്തതാണ് സീരിയൽ. അതേപോലെ തന്നെ സിനിമയും. അതിന് ആണ് എന്ത് പറയുന്നത്? ഖൗലു സൂർ വൽ അമല ബിഹി, ഫാബ്രിക്കേറ്റ് ചെയ്ത വാക്യങ്ങളും അതിൻ്റെ ആക്ഷനും. ഇത് കണ്ട് ആണ് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് എങ്കിൽ എൻ്റെ സഹോദരിമാർ പ്രത്യേകിച്ച് കേൾക്കണം, നിങ്ങൾ മുബാറക്കീങ്ങളാണ്. നിങ്ങളോടല്ല, നിങ്ങളുടെ മറ്റു സഹോദരിമാർക്ക് ഈ മെസ്സേജ് നിങ്ങൾ കൈമാറണം. അത് കണ്ടുകൊണ്ടാണ് ഏതെങ്കിലും സ്ത്രീകളോ പുരുഷന്മാരോ നോമ്പ് അനുഷ്ഠിക്കുന്നതെങ്കിൽ അവസാനം നോമ്പ് തുറക്കുമ്പോ നീ അള്ളാഹുവിനോട് പറയുകയാണ്, നോമ്പ് തുറന്നുകൊണ്ട് അള്ളാഹുവിനോട് പറയുകയാണ്, അല്ലാഹുമ്മ ലക സുംതു, അള്ളാഹുവേ നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് അനുഷ്ഠിച്ചു. അല്ലാഹുമ്മ ലക സുംതു, നിനക്ക് വേണ്ടിയാണ് അള്ളാഹുവേ ഞാൻ നോമ്പനുഷ്ഠിച്ചത്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാഖമാർ ആകാശലോകത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്, എടാ നീ റബ്ബിന് വേണ്ടിയല്ല, അള്ളാഹുവിന് വേണ്ടിയല്ല നീ നോമ്പനുഷ്ഠിച്ചത്, അള്ളാഹുവിന് നിന്റെ നോമ്പാനുഷ്ഠ്യമില്ല എന്ന് മാലാഖമാർ വിളിച്ചു പറയും. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. മല്ലം യദഅ ഖൗല സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ ഫീ അൻ യദഅ തആമഹു വശറാബഹു. സഹോദരി, സഹോദര, നീ സിനിമ കണ്ടുകൊണ്ടാണ്, നീ സീരിയൽ കണ്ടുകൊണ്ടാണ് റമദാനിന്റെ പകൽ കഴിച്ചുകൂട്ടിയതെങ്കിൽ, നീ നോമ്പനുഷ്ഠിക്കുമ്പോ, നീ നോമ്പ് തുറക്കാൻ പോകുമ്പോ നീ പറയുകയാണ്, എന്റെ ദാഹം പോയി, എന്റെ നരമ്പുകളൊക്കെ നനഞ്ഞു, ഞാൻ ആശ്വാസമായി, ഇൻഷാ അല്ലാഹ് എന്റെ നോമ്പിന്റെ കൂലി സ്ഥിരപ്പെട്ടിരിക്കുന്നു, എന്റെ നോമ്പിന്റെ അജ്ർ, എന്റെ നോമ്പിന്റെ റിവാർഡ് സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്ന് നീ പറയുമ്പോ റഹ്മത്തിന്റെ മാലാഖമാർ സീരിയൽ കണ്ട നിന്നെ വിളിച്ചുകൊണ്ട് റഹ്മത്തിന്റെ മാലാഖമാർ പറയും,
നിന്റെ കൂലി സ്ഥിരപ്പെട്ടിട്ടില്ല. ലാ വല്ലാഹി മത്റൂദുൻ സൗമുക്, നിന്റെ നോമ്പ് തള്ളപ്പെട്ടിരിക്കുന്നു, അത് സ്വീകാര്യമല്ല. മല്ലം യദഅ ഖൗല الزൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ ഫീ അൻ യദഅ തആമഹു വശറാബ. നീ വെറുതെ കഷ്ടപ്പെട്ട് സിനിമ കണ്ട് സീരിയൽ കണ്ട് വെറുതെ കഷ്ടപ്പെട്ട് നീ വിശന്നത് കൊണ്ട് നീ പാനീയങ്ങൾ ഉപേക്ഷിച്ചത് കൊണ്ട് ഒരു കാര്യവും മോളെ നിനക്ക് കിട്ടിയില്ല എന്ന് റഹ്മത്തിന്റെ മാലാഖമാർ വിളിച്ചു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ മുബാറക്കായ മാസം റമളാനിൽ എങ്കിലും ഈ പരിപാടി നിർത്തി വെക്കണം. അനുഗ്രഹീതമായ ഏതെങ്കിലും ചാനൽ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്തേ, പറ്റുന്നവർ ഫുള്ളായി സ്റ്റോപ്പ് ചെയ്തേ. നല്ല അനുഗ്രഹീതമായ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ വല്ല കാര്യങ്ങളും പഠിപ്പിക്കുന്ന ചാനൽ ഉണ്ടെങ്കിൽ ഓക്കെ. അല്ലാത്ത ചാനലൊക്കെ ഈ റമളാനിന് വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് റമളാനിൽ നോമ്പ് തുറക്കുമ്പോൾ പറയുകയാണ്, എന്റെ കൂലി സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ സഹോദര നിന്നോട് മലക്കുകൾ പറയണം, അതേ സഹോദര, അതേ സഹോദരി, നിന്റെ കൂലി സ്ഥിരപ്പെട്ടിരിക്കുന്നു. കാരണം നീ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടാണ് പകൽ കഴിച്ചുകൂട്ടിയത്. നീ സീരിയൽ കണ്ടില്ല, നീ സിനിമ കണ്ടില്ല, നീ ഏഷണി കൂട്ടിയില്ല, നീ നുണ പറഞ്ഞില്ല. അതുകൊണ്ട് റഹ്മത്തിന്റെ മാലാഖമാർ നഅം, അതെ, സബതൽ അജ്റു ഇൻഷാ അല്ലാഹ്, നിന്റെ കൂലി സ്ഥിരപ്പെട്ടിരിക്കുന്നു. സഹോദര സഹോദരി, നിന്റെ സ്വർഗത്തിലെ ഇടം ഞങ്ങൾ അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ വരുന്നത് കാത്തിരിക്കുകയാണ്. ഞങ്ങൾ നിന്റെ മനവാട്ടികൾ, നിന്റെ മണമങ്ങളന്മാർ നിന്നെ കാത്തിരിക്കുകയാണെന്ന് റഹ്മത്തിന്റെ മാലാഖമാർ വിളിച്ചു പറയുന്ന ഒരവസ്ഥ നമുക്ക് വേണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ എൻ്റെ സഹോദരന്മാർ, എൻ്റെ സഹോദരിമാർ, പൂർണ്ണമായിട്ടും ഇவ்விധ ചാനലുകളൊക്കെ സ്റ്റോപ്പ് ചെയ്യണം. ഈ റമളാനിൽ വെറുതെ നമ്മൾ പട്ടിണി കിടന്നതുകൊണ്ട് ഒരു കാര്യമില്ല. ഏതെങ്കിലും മുബാറക്കായ ചാനൽ ഉണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങൾക്കറിയാം, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഈ സീരിയൽ കണ്ട് സിനിമ കണ്ട് വെറുതെ നോമ്പ് നോറ്റത് കൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നോമ്പ് തുറക്കുമ്പോൾ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം ചെയ്യണം. അത്തരക്കാരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്യാമു ജുന്ന വഇദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ് വലാ യസ്ഖബ് ഫഇൻ സാബഹു അഹദുൻ ഔ ഖാതല ഫൽയഖുൽ ഇന്നി ഇംറുഉൻ സായിം. നിങ്ങൾ നോമ്പുകാരനാണെങ്കിൽ അത്രമാത്രം അനുഗ്രഹീതനാണ്. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്യാമു ജുന്ന, നോമ്പ് പരിചയാണ്, നോമ്പ് ഷീൽഡാണ്. വഇദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ് വലാ യസ്ഖബ്. നിങ്ങൾ ആരെങ്കിലും നോമ്പ് നോറ്റ ഒരു ദിവസം ആരെങ്കിലും നിങ്ങളോട് വേണ്ടാത്ത എന്തെങ്കിലും പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്, സിഗ്നലിൽ ഒരു വണ്ടി വന്നു നിങ്ങളുടെ മുമ്പിൽ ക്രോസായി നിർത്തി, അവൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ അവൻ സ്വാഭാവികമായും ഇത് കേൾക്കുമ്പോൾ നമ്മുടെ രക്തവും തിളക്കും, ഇല്ലേ? നമ്മളൊക്കെ ആണുങ്ങളാണല്ലോ, നമ്മുടെ രക്തവും തിളക്കും. നമ്മൾ അവനോട് പറയണം. അവൻ ഇങ്ങോട്ട് എന്ത് പറഞ്ഞാലും ശരി, ചിലപ്പോൾ അവൻ പറയും യാ ഹിന്ദി ഹായ്സ് സയ്യാറ എന്ന് ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. പക്ഷേ നമ്മൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, നോമ്പുകാരാണെങ്കിൽ നമ്മൾ പറയണം, അല്ലാഹുമ്മ ഇന്നി സായിം, അല്ലാഹുമ്മ ഇന്നി സായിം, ഞാൻ നോമ്പുകാരനാണ്. അത് പറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സിലത് പറയണം. എന്നിട്ട് റബ്ബിന് വേണ്ടി ക്ഷമിക്കണം. ഈ നോമ്പിൻ്റെ സ്കൂൾ, റമളാൻ എന്ന് പറയുന്ന മദ്രസ, റമളാൻ എന്ന് പറയുന്ന സ്കൂൾ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. അസ്യാമു ജുന്ന വഇദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ് വലാ യസ്ഖബ്.
ഫഇൻ സാബഹു അഹദുൻ ഔ ഖാതല, ഇനി ആരെങ്കിലും നിങ്ങളെ ചീത്ത വിളിച്ചു അല്ലെങ്കിൽ തല്ലാൻ വന്നു, ശണ്ട കൂടാൻ വന്നു എങ്കിൽ നിങ്ങൾ പറയണം അല്ലാഹുമ്മ ഇന്നി സായിം, ഞാൻ നോമ്പുകാരനാണ്. ഈ മദ്രസയിൽ നിന്ന്, ഈ സ്കൂളിൽ നിന്ന് നാം പഠിക്കേണ്ട ക്ഷമയുടെ പാഠങ്ങൾ അത്രമാത്രമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ നമ്മുടെ നോമ്പ് നമ്മൾ സൂക്ഷിച്ചേ പറ്റുള്ളൂ. ഈ നോമ്പ് വൈകുന്നേരമാകുമ്പോൾ, നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പറയുന്നുണ്ടല്ലോ, അല്ലാഹുമ്മ ലക സുംതു, അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു എന്ന് നാം ചൊല്ലുമ്പോൾ, അല്ലാഹുവേ നിനക്ക് വേണ്ടിയാണ് നോമ്പനുഷ്ഠിച്ചത് എന്ന് പറയുമ്പോൾ റഹ്മത്തിന്റെ മാലാഖമാർ പറയണം, അതേ നഅം, നീ അള്ളാഹുവിന് വേണ്ടിയാണ് നോമ്പനുഷ്ഠിച്ചത്. അല്ലാതെ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളോട് പറയരുത്, നീ അള്ളാഹുവിന് വേണ്ടിയല്ല മോനെ മോളെ നോമ്പനുഷ്ഠിച്ചത്, അതുകൊണ്ട് നിന്റെ നോമ്പ് മത്റൂദുൻ, തള്ളപ്പെട്ടതാണെന്ന് പറയരുത്. നമ്മൾ നോമ്പിനെ സൂക്ഷിക്കണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നോമ്പ് കാലമായിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ നിന്ന് എണീറ്റ് പോകുന്ന പ്രശ്നേയില്ല. പള്ളിയിലിരിക്കുക തന്നെ. ഒരു സമയവും അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ പള്ളിയുടെ പുറത്ത് കാണൂല. ചില സഹാബത്ത് റളിയല്ലാഹു തആല അൻഹും അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, അബൂ ഹുറൈറ, താങ്കൾ എന്താ പള്ളി തന്നെ ഇരിക്കണത്? വേറെ എത്ര പുറത്ത് പോയിട്ട് എത്ര ഇബാദത്ത് ചെയ്യാനുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, താങ്കൾ എന്താ പള്ളി തന്നെ ഇരിക്കണത്? അപ്പോഴാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, അലാ നഹ്ഫദു സിയാമനാ. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, എൻ്റെ നോമ്പെനിക്ക് സംരക്ഷിക്കണ്ടയോ എന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ഏത് കാലത്താണത്? അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി, കാലഘട്ടങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാലം എൻ്റെ കാലമാണ്. ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല കാലഘട്ടം ഞാൻ ജീവിച്ച കാലഘട്ടമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആ കാലത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ഞാൻ പള്ളിയിൽ നിന്ന് പുറത്ത് പോകാത്തത് എൻ്റെ നോമ്പ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പുറത്തെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഹറാം ഞാൻ കണ്ടുപോകുമെന്ന്, അല്ലെങ്കിൽ ആളുകളോട് സംസാരിച്ചിട്ട് കളവ് പറഞ്ഞെങ്കിലും എങ്ങനെയെങ്കിലും അറിയാതെ പറഞ്ഞു പോകുമോ എന്ന്, അല്ലെങ്കിൽ ഗീബത്ത് പറഞ്ഞു പോകുമോ എന്ന്, നമീമത്ത് പറഞ്ഞു പോകുമോ എന്ന് എനിക്ക് പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പള്ളിയിൽ നിന്ന് എണീറ്റ് പോകാത്തത് എന്ന് ആരാ പറയുന്നത്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. നോക്കൂ നിങ്ങൾ, നമ്മളൊക്കെ ഇന്ന് പള്ളിയിൽ ഇരിക്കാനാ പ്രയാസം. ഈ പള്ളിയിൽ ഇരുന്നാൽ തന്നെ പ്രശ്നമാണ്. പള്ളിയിൽ ഇരുന്നാൽ തന്നെ അവിടെ കൂട്ടം കൂടാണ്. പള്ളിയിൽ ഇരുന്നാൽ തന്നെ അവിടെ ചിലപ്പോൾ സുഹൃത്തുക്കൾ വരും, സലാം പറയും, പിന്നെ കൂട്ടം കൂടിയിരിക്കും, പിന്നെ വർത്താനം വേറെന്തൊക്കെയോ ആണ്. സഹോദരന്മാരെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഒരിക്കലും ചെയ്യരുത്. വെറുതെ നമ്മുടെ നോമ്പിൻ്റെ കൂലി വൃഥാവിലാക്കരുത്. സബത്തൽ അജ്റു ഇൻഷാ അല്ലാ എന്ന് പറയുമ്പോൾ മലക്കുകൾ പറയണം, നഅം സബത്തൽ അജ്റു ഇൻഷാ അല്ലാ, അതേ കൂലി നിനക്ക് ഉറപ്പായിട്ടുണ്ട് എന്ന് പറയുന്ന നോമ്പുകാരായിരിക്കണം നാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ പ്രത്യേകിച്ച് സീരിയലിനെ കുറിച്ച് പറഞ്ഞ പോലെ, സിനിമയെക്കുറിച്ച് പറഞ്ഞ പോലെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ കളവ് പറയരുത്. അറിഞ്ഞോ അറിയാതെയോ ചെറിയ കളവാണെങ്കിലും അത് നാക്കിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ എവിടെയും നമ്മൾ കളവ് പറയരുത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ പറഞ്ഞാൽ പിന്നെ നോമ്പില്ല. അതുപോലെ ഗീബത്തോ നമീമത്തോ പറയരുത്. ഒരുത്തൻ്റെ കുറ്റവും നാം പറയാൻ പാടില്ല. ഖുർആൻ എത്ര ഗൗരവത്തോടെയാണ് നമീമത്തിനെയും ഗീബത്തിനെയും കാണുന്നത്. ഖുർആൻ ചോദിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെ കളിയാക്കാൻ പാടില്ല, ഗീബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെയും പറയാൻ പാടില്ല. അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും, നിങ്ങൾ ഏത് പുരുഷനെ കുറിച്ചാണോ പറയുന്നത് അവൻ നിങ്ങളെക്കാളും ഉത്തമനായേക്കാം.
സ്ത്രീ സഹോദരി, നീ ഏത് സഹോദരിയെ കുറിച്ചാണോ പറയുന്നത്, അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന, ആ സ്ത്രീ നിന്നെക്കാളും ഉത്തമയായേക്കാം. വലാ തൽമിസൂ അൻഫുസകും വലാ തനാബസൂ ബിൽ അൽഖാബ്. എത്രമാത്രമെന്നോ ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ ഇഷ്ടമില്ലാത്ത പേര് പോലും വിളിക്കാൻ പാടില്ല. റമദാനിൽ പ്രത്യേകിച്ച് നമ്മൾ ഒരാളെ സാധാരണ സുഹൃത്തുക്കൾക്കിടയിൽ വിളിക്കുന്നൊരു പേരുണ്ട്. ഒരുപാട് പേര് നിക്ക് നെയിംസ് നിങ്ങൾക്കറിയാലോ. ചില ആളുകളെ ഒറിജിനൽ പേര് പറഞ്ഞാൽ ചില ആളുകളുടെ കൂട്ടത്തിൽ ചെന്ന് പറഞ്ഞാൽ അറിയില്ല. ആ നിക്ക് നെയിം പറഞ്ഞാലേ ആളുകൾക്ക് അറിയുള്ളൂ. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഇഷ്ടമില്ല എങ്കിൽ സഹോദരന്മാരോ സഹോദരിമാരോ അത് പറയാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. എന്നിട്ട് ഖുർആൻ ചോദിക്കുകയാണ് നമ്മളോട്, അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈത, ആ സഹോദരനോ ആ സഹോദരിയോ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ പച്ചമാംസം അല്ലെങ്കിൽ അവരുടെ പച്ചമാംസം നീ ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുമോ? നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? നമ്മൾ ആരെങ്കിലും സഹോദരന്മാരെ സഹോദരിമാരെ ഇഷ്ടപ്പെടുമോ? ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ മയ്യത്തിൽ നിന്ന് ഭക്ഷിക്കാൻ നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ആ ജോലിയാണ് നീ ചെയ്യുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വെറുക്കുന്നുണ്ട്. അതുപോലെ നമീമത്തിനെയും ഗീബത്തിനെയും നിങ്ങൾ വെറുക്കണമെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഉള്ള കാര്യമാണെങ്കിലും പറയാൻ പാടില്ല. അതാണല്ലോ ഗീബത്ത് എന്ന് പറയുന്നത്. ഒരാൾ ഉള്ള കാര്യമാണെങ്കിലും പറയാൻ പാടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇങ്ങനെ ഗീബത്തോ നമീമത്തോ പറഞ്ഞ് അല്ലെങ്കിൽ കളവ് പറഞ്ഞ് അല്ലെങ്കിൽ വൃഥാവിൽ എന്തെങ്കിലും ചെയ്ത് ഒരിക്കലും നമ്മളെ നോമ്പിനെ ഒരിക്കലും നാം നശിപ്പിച്ചു കളയരുത്. ഇനി പ്രധാനമായിട്ട് എനിക്ക് എൻ്റെ സഹോദരന്മാരോട് സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നോമ്പ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നാം വരികയാണ്. നമ്മൾ ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞു, ഒരുപാട് ശ്രേഷ്ഠതകൾ പറഞ്ഞു. ഗൾഫിലെ പ്രത്യേകിച്ച് ഗൾഫിലെ പ്രാക്ടിക്കൽ ലൈഫ് എന്ന് പറയുന്നത്, നോമ്പിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? അത് നാട്ടിലായാലും ഏകദേശം അങ്ങനെ തന്നെയാണ്. തിന്നാനും ഉറങ്ങാനുള്ളതാണ്. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്: ഉഷാറായിട്ട് ഭക്ഷിക്കുക, നന്നായിട്ട് ഉറങ്ങുക. ഇതാണ് നോമ്പിന് മഹാഭൂരിപക്ഷം ആളുകളും ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലി. ഒരിക്കലും നമ്മൾ ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളാവരുത്. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് തുറന്നിരുന്നത് സഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും ഉദ്ധരിക്കുന്നു, ഏതാനും ഈത്തപ്പഴങ്ങൾ കൊണ്ടായിരുന്നു. പഴുത്ത ഈ പച്ചയായി പഴുത്ത ഈത്തപ്പഴം ഉണ്ടല്ലോ, റുതബ്, അതുകൊണ്ടായിരുന്നു. അതില്ലെങ്കിലോ തമ്ര, ഉണങ്ങിയ ഈത്തപ്പഴം. ഇനി ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് 1 അല്ലെങ്കിൽ 3 ഇങ്ങനെയൊക്കെ ആയിരുന്നു. അതില്ലെങ്കിലോ ഒരു ഗ്ലാസ് വെള്ളം. ഇത് കുടിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് തുറക്കുമായിരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? എന്താ ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു ذهب الظمأ وابتلت العروق وثبت الأجر إن شاء الله. ഒന്ന് പറഞ്ഞു നോക്കിയേ. ذهب الظمأ, എൻ്റെ ദാഹം പോയി. وابتلت العروق, എൻ്റെ നിരമ്പുകൾ നനഞ്ഞു. وثبت الأجر إن شاء الله, إن شاء الله, എൻ്റെ കൂലി സ്ഥിരപ്പെട്ടു. ഒന്ന് പറയും. ذهب الظمأ وابتلت العروق وثبت الأجر إن شاء الله. ذهب الظمأ وابتلت العروق وثبت الأجر إن شاء الله. ഇത് ചൊല്ലൽ സുന്നത്താണ്. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചൊല്ലുമായിരുന്നു. ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ നോമ്പ് തുറന്നിട്ട് മഗ്രിബ് നമസ്കരിക്കുമായിരുന്നു. ഇത് കഴിഞ്ഞ അല്പം ഭക്ഷണമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തൊക്കെ കഴിച്ചിരുന്നത്. നമ്മൾ അങ്ങനെയല്ല. ഈ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് വന്നാൽ പിന്നെ ഭക്ഷണം കഴിക്കാമെന്നതിന് പറയാൻ പറ്റൂല. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളോടല്ല ഈ പറയുന്നത്. നിങ്ങളൊക്കെ മുബാറക്കീങ്ങളായ മനുഷ്യന്മാരാ.
അല്ല, നമ്മുടെ പൊതുസമൂഹത്തോടാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. അവിടെ സാധാരണ അറബികൾ പ്രയോഗിക്കുന്നൊരു പ്രയോഗമുണ്ട്, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അറബികൾ ചിലപ്പോൾ നമ്മൾ കോടതിയിലൊക്കെ ആണെങ്കിൽ സാധാരണ അധിക ദിവസം ഭക്ഷണം കൊണ്ടുവരും. അപ്പോൾ പറയും ഹാരിബ്, അവരവിടെ യുദ്ധം ചെയ്യുന്നുണ്ട്, പോയി നോക്കൊന്ന് യുദ്ധം ചെയ്യാൻ നോക്കുന്നു. യുഹാരിബൂൻ, ഓരോ യുദ്ധം ചെയ്യുന്നുണ്ട് അവിടെ. ഹാരിബ്, ഓരോ കൂടെ ഒന്ന് പോയിട്ട് യുദ്ധം ചെയ്യുന്നു. ഇതാണ് സാധാരണ കൊളോക്കിയൽ ലാംഗ്വേജിൽ ഇമാറാത്തികൾ പ്രയോഗിക്കുന്നൊരു ശൈലിയാണത്. അപ്പോൾ ഇതാണ് സംഭവിക്കാറുള്ളത്. ഒരു യുദ്ധമാണ് നടക്കാറുള്ളത് അല്ലേ? പൊരിച്ചതൊരു ഭാഗത്ത്, കരിച്ചത് മറ്റൊരു ഭാഗത്ത്, ഫ്രൂട്ട്സ് ഒരു ഭാഗത്ത്. എനിക്കറിയില്ല, ഞാൻ മലപ്പുറത്തുകാരനായതുകൊണ്ട് എനിക്ക് കൂടുതൽ പേരൊന്നും അറിയില്ല. ഇങ്ങനെ എന്താ പറയാ, ഒരിക്കലും തറാവീഹ് നമസ്കരിക്കാൻ സമ്മതിക്കാത്ത വിധം ഭക്ഷണം കൊണ്ടുവന്ന് കൂട്ടിവെച്ച് അത് കഴിച്ച് പാമ്പ് ഇരമുണങ്ങിയ പോലെ അങ്ങോട്ട് കിടക്കും. പിന്നെ യുവാക്കളും ചെറിയ പ്രായക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വിളിക്കും, മോനെ പള്ളി പോണ്ടേ, ഇശാ ബാങ്ക് കൊടുത്തു, തറാവീഹ് നമസ്കരിക്കണം, നീ പോണില്ലേ? ഉമ്മ എണീക്കാൻ കഴിയണില്ല. ഇമ്മ എൻ്റെ മോന് ക്ഷീണമായിട്ടാണ്. എന്താ ക്ഷീണം? അള്ളാഹുവിൻ്റെ റസൂൽ കഴിച്ചിരുന്നത് ലുഖൈമാത്തായിരുന്നു. ലുഖൈമാത്ത് എന്ന ഹദീസിൽ പറയുന്നത് നമ്മുടെ ജീവൻ നിലനിൽക്കാൻ, ആരോഗ്യത്തോടെ നമ്മുടെ ജീവൻ നിലനിൽക്കാൻ, പ്രത്യേകിച്ച് മനസ്സിലാക്കണം, ആരോഗ്യത്തോടെ നമ്മുടെ ജീവൻ നിലനിൽക്കാൻ, ശരീരം നിലനിൽക്കാൻ അവർ കഴിച്ചിരുന്നത് ഏതാനും ഉരുളകൾ ആയിരുന്നു. നമ്മളോ യുഹാരിബൂൻ, യുദ്ധം ചെയ്യാണ്. ഇനി നോമ്പ് തുറവുള്ള മരുമകനെ, സ്വന്തം മരുമകനെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. മരുമകനെയാണ് വിളിച്ചിട്ടുള്ളത്. ഒരിക്കലും കുറക്കാൻ പറ്റൂല. മറ്റോളെ മരുമകനെ വിളിച്ചപ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നത്? 3 വിധം ചോരൻ ഉണ്ടായിരുന്നു. പിന്നെ പത്തിരി, ചപ്പാത്തി, പൊറാട്ട, പിന്നെന്താണ് സാധാരണ ഐറ്റംസിന്റെ പേരെ എനിക്കറിയുള്ളൂ. ഇങ്ങനെ ഒരുപാട് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്ര ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. ഒരിക്കലും അവളെക്കാളും കുറക്കാൻ പറ്റൂല നമ്മളെ വീട്ടിൽ. പിന്നെ അന്ന് രാവിലെ മുതൽ എണീറ്റ് കുട്ടിയാളെയും മക്കളെയൊക്കെ വിളിച്ച് അയൽവാസിയും വിളിച്ച് തുടങ്ങാണ് ഉണ്ടാക്കാൻ. ഇതും ഒരു യുദ്ധമാണ്. അങ്ങനെ ഉണ്ടാക്കി നോമ്പ് തുറന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ക്ഷീണിച്ച് കടന്നു. മരുവനെ വിളിക്കാത്ത ദിവസം അങ്ങനെ തന്നെയാണ്. അവിടെ കടന്നു. പിന്നെ തറാവീഹ് നമസ്കരിക്കാൻ എൻ്റെ സഹോദരിക്ക് സാധിക്കുന്നില്ല, എൻ്റെ ഉമ്മാക്ക് സാധിക്കുന്നില്ല, പെങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം എന്താ? ക്ഷീണമാണ്. എന്തിൻ്റെ ക്ഷീണം? ഭക്ഷണം ഉണ്ടാക്കിയതിൻ്റെ ക്ഷീണം, ഭക്ഷണം കഴിച്ചതിൻ്റെ ക്ഷീണം. ഇതാണോ സഹോദരന്മാരെ നോമ്പ് എന്ന് പറയുന്നത്? ഇതിനാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയത്? ഞാൻ നിങ്ങളെ ഒന്നുകൂടെ അവിടേക്ക് വിളിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം. അല്ലാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങൾക്ക് നിർബന്ധമാക്കിയ പോലെ. എന്തിനാ നിർബന്ധമാക്കിയത്? ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ മരുമകനെ വിളിക്കുന്ന ദിവസം ഭക്ഷണം ഉണ്ടാക്കി ക്ഷീണിക്കാൻ വേണ്ടി, എന്നിട്ട് തറാവീഹ് നമസ്കരിക്കാതെ കടന്നുറങ്ങാൻ വേണ്ടി, നിങ്ങൾ ഭക്ഷണം കഴിച്ച് പാമ്പ് കിടക്കുന്ന പോലെ കിടക്കാൻ വേണ്ടിയാണോ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത്? അല്ല, ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ ഭക്തി നിർഭരമായ ജീവിതം അനുഷ്ഠിച്ച് സഹോദരി നീ സ്വർഗത്തിലേക്ക് പോകാനാണ് നിനക്ക് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയതെന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ഈ നോമ്പിനെങ്കിലും എൻ്റെ സഹോദരിമാര്, ഭർത്താക്കന്മാര് നിങ്ങളോട് പറഞ്ഞാലും ശരി, എനിക്ക് ഇന്നതൊക്കെ നിർബന്ധമാണ്, നിങ്ങൾക്ക് തറാവീഹ് നമസ്കരിക്കാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ക്ഷീണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കാൻ പോണ്ട. പഠിച്ചോ നിങ്ങളോട് ചോദിക്കൂല. അങ്ങനെ വേണം, നിർബന്ധമാണെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ടിരാൻ പറയും. ആവശ്യത്തിനൊക്കെ വേണം, എല്ലാവർക്കും അറിയാം, ആവശ്യത്തിനുള്ളതൊക്കെ വേണം. അല്ലാതെ ഈ പറഞ്ഞ പോലെ യുദ്ധം ചെയ്യാനുള്ളതൊന്നും നിങ്ങൾ ഉണ്ടാക്കണ്ട. ആദ്യം അങ്ങനെ ശീലിപ്പിക്കും ചെയ്യരുത്. അപ്പൊ ഈ ഒരു വളരെ മോശമായ ഒരവസ്ഥ നമ്മുടെ നാട്ടിലൊക്കെ ഇന്നൊരു നോമ്പ് തുറണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞ മരുമകനെ വിളിച്ചുള്ള നോമ്പ് തുറണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ?
സ്വന്തം സ്റ്റാറ്റസ് എങ്ങനെയാണോ, സ്വന്തം വരുമാനം എന്താണോ എന്നാരും നോക്കാറില്ല. ഒരാൾക്കൊരു മാസത്തിൽ 10,000 ദിർഹമാണ് അല്ലെങ്കിൽ 10,000 രൂപയാണ് വരുമാനമുള്ളതെങ്കിൽ അയാൾ ജീവിക്കേണ്ടത് അതിനനുസരിച്ചാണ്. അല്ലാതെ 2 ലക്ഷം വരുമാനമുള്ളവൻ്റെ അവസ്ഥയിലല്ല ജീവിക്കേണ്ടത്. ഓരോരുത്തർക്കും ഓരോ ജീവിതത്തിൻ്റെ സ്റ്റാറ്റസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ഇന്ന് 10,000 രൂപ വരുമാനമുള്ളവൻ ജീവിക്കുന്നത് 1 ലക്ഷം വരുമാനമുള്ളവൻ്റെ അവസ്ഥയിലാണ്. ഒരു കാർ വാങ്ങിക്കണം തോന്നാണ്, ഉടൻ ലോൺ എടുത്തു. ലോണ് ഉണ്ടല്ലോ, എന്താ പൈസ റെഡിയല്ലേ, ലോൺ പലിശ അടച്ചുകൊണ്ടേയിരിക്കുകയാണ്. വേറെ വീടുണ്ടാക്കാൻ ലോൺ. പിന്നെ ഈ പാവത്തിന് കിട്ടുന്ന വരുമാനം മുഴുവൻ അവസാനം കണക്കൂട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ പലിശ അടക്കാനേ തികയുള്ളൂ. പിന്നെ വീട് ജപ്തി, വണ്ടി ജപ്തി, അവസാനം വാടകയ്ക്ക് വീട്ടിൽ താമസിക്കേണ്ട അവസ്ഥ. എൻ്റെ സഹോദരന്മാരെ, സാമ്പത്തിക വിഷയത്തിൽ വളരെ കണിശമായി നമ്മുടെ ചെലവ് നാം നിയന്ത്രിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് റമദാനിലൊക്കെ നമ്മുടെ ചെലവ് കുറയല്ലേ വേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കോമൺ സെൻസ് കൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എൻ്റെ സഹോദരിമാർ ആലോചിച്ച് നോക്കിയേ. റമദാനിൽ നമ്മുടെ ചെലവ് കുറയല്ലേ വേണ്ടത്. പക്ഷേ നമ്മുടെ ചെലവ് കുറയാറാണോ റമദാനിൽ? അല്ല. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന തുക കൂടാറാണോ കുറയാറാണോ? കൂടാറാണ്. എങ്ങനെയാണത്? നമ്മൾ എത്ര നേരം ഭക്ഷണം കഴിക്കണം റമദാനിൽ? നോമ്പ് തുറന്നു, ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചു, പിന്നെ തറാവീഹ് കഴിഞ്ഞ് എന്തെങ്കിലും കഴിച്ച് അത്താഴം ചെറുതായിട്ട് കഴിക്കുന്നു. രാവിലെ നമ്മൾ പ്രാതൽ കഴിക്കുന്നില്ല, ഉച്ചഭക്ഷണം കഴിക്കുന്നില്ല, വൈകുന്നേരത്തെ ചായ കുടിക്കുന്നില്ല, രാത്രി ഭക്ഷണം കഴിക്കുന്നില്ല. സ്വാഭാവികമായും നമ്മുടെ ചെലവ് ജസ്റ്റ് ഹാഫായി കുറയേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു 60% കുറയേണ്ടതുണ്ട്. പക്ഷേ നമ്മളത് ഡബിൾ ആവുകയാണ്. എന്നിട്ട് ഈ റമദാൻ കഴിയുമ്പോഴത്തേക്ക് നമുക്കില്ലാത്ത അസുഖം മുഴുവനും ഒരിക്കലും നാം ചെയ്യരുത്. നമ്മളോട് ചെയ്യുന്ന അക്രമമാണത്, നാം മനസ്സിലാക്കണം. നമ്മുടെ ആമാശയം 15 മണിക്കൂറാണ് പട്ടിണി കിടക്കുന്നത്, ഒന്നുമില്ലാതെ. 15 മണിക്കൂർ, ഏറ്റവും ചുരുങ്ങിയത് ഒന്നുമില്ലാതെ നമ്മുടെ ആമാശയം കാലിയായി കിടക്കുകയാണ്. എന്നിട്ട് 16ാമത്തെ മണിക്കൂറിൽ ആവശ്യമില്ലാത്ത മുഴുവനും ഒറ്റയടിക്ക് അങ്ങോട്ട് തള്ളിവിടുന്നു. ഇത് ആമാശയത്തിന് സഹിക്കാൻ കഴിയോ? ആമാശയത്തിന് സഹിക്കാൻ കഴിയോ? റമദാൻ കഴിയുമ്പോൾ സ്വാഭാവികമായും നമുക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അത് ശിഫയാവണം. നമ്മുടെ ആത്മീയതയിലൂടെ, തഖ്വയിലൂടെ അത് ശിഫയാവും, തീർച്ചയായും ശിഫയാകും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് നേരെ മറിച്ചാണ്. അതെന്താ? 15 മണിക്കൂർ ആമാശയം കാലിയാക്കിയിട്ട് 16ാമത്തെ മണിക്കൂറിൽ നമ്മൾ ബുൾഡൗസറിൽ തള്ളുന്ന പോലെ കരിച്ചതും പൊരിച്ചതും ഫ്രൂട്ട്സും കറിയും മറ്റതും മറിച്ചതും നമ്മുടെ ആമാശയത്തിലേക്ക് തള്ളി പാമ്പ് ഇരമുണങ്ങി കിടക്കുന്ന പോലെ കിടക്കുകയാണ്. എങ്ങനെ അസുഖം മാറുക? ഷുഗറുള്ള ആൾക്കാർ പറയാറെന്താ അറിയോ? ഞാൻ കേൾക്കാറുണ്ട് പലരും പറയുന്നത്, ഇതുവരെ പട്ടിണി കിടന്നതല്ലേ, അതുകൊണ്ട് ഇപ്പം ഇനി ഫ്രൂട്ട്സോ അല്ലെങ്കിൽ മധുരമുള്ള കുറച്ച് കഴിക്കണമെന്ന് പ്രശ്നമൊന്നുമില്ല. കുറച്ചല്ല, അങ്ങോട്ട് ധാരാളം അടിച്ചു വിടുക, ഷുഗർ അങ്ങോട്ട് പിടുത്തം വിട്ട് കൂടുക. ഒരിക്കലും ചെയ്യരുത്. നമ്മളോട് തന്നെ നമ്മൾ നീതി പുലർത്തട്ടെ, സ്വന്തത്തോട് തന്നെ നമ്മൾ നീതി പുലർത്തണം. ഈ ഒരു സംസ്കാരം നമ്മൾ മാത്രമല്ല, നമ്മുടെ മക്കളെയും നമ്മൾ പഠിപ്പിക്കണം. മക്കളും ഇതുപോലെ, അവർ ചെറുപ്പമാണല്ലോ, നോമ്പ് തുറന്ന ഉടനെ അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ പാടില്ല. ആവശ്യത്തിന് കഴിക്കുക, എന്നിട്ട് തറാവീഹ് നിസ്കരിക്കാൻ പോവുക, എന്നിട്ട് വേണമെങ്കിൽ പിന്നെ വന്ന് എന്തെങ്കിലും കഴിക്കുക. അത്താഴം നിർബന്ധമായിട്ടും കഴിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു, അൽ ഗദാ ഉൽ മുബാറക്. ഗദാ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളൊക്കെ കൂട്ടർ ഇമാറാത്തിലല്ലേ ജീവിക്കണത്? ഗദാ എന്ന് പറഞ്ഞാൽ ഉച്ചഭക്ഷണം. എത്ര പേടി! ഉച്ചഭക്ഷണം, ലഞ്ചിനാണ് ഗദാ എന്ന് പറയാ. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു, ഹലുമ്മു ഹലുമ്മു ഇലാ ഗദാഇൽ മുബാറക്. അനുഗ്രഹീതമായ ലഞ്ചിലേക്ക് നിങ്ങൾ വരൂ. അനുഗ്രഹീതമായ ലഞ്ച് വളരെ കുറച്ചായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ കഴിച്ചിരുന്നത്.
എങ്കിലും അത് കഴിക്കൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും മുഅക്കദായ സുന്നത്താണ്. അള്ളാഹു അവർക്ക് വേണ്ടി, അള്ളാഹുവിന്റെ മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ അത്താഴം കഴിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തറാവീഹ് കഴിഞ്ഞ് വന്ന് സകലതും അടിച്ചണ് കയറ്റിയിട്ട് പിന്നെ ഡ്യൂട്ടി എപ്പോഴാണോ അപ്പോഴേ എണീക്കൊള്ളൂ. ഒരിക്കലും നമ്മളാവാൻ പാടില്ല. നാം ഭയപ്പെടണം ഈ ഒരവസ്ഥയിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ സാധാരണ കാണുന്നതാണ്, നിങ്ങളെ പള്ളിയിലൊക്കെ അങ്ങനെ എനിക്കറിയില്ല, ഞങ്ങളെ ബുത്തീന പള്ളിയിൽ ഇപ്പോൾ സാധാരണ ഡ്യൂട്ടി ഉള്ള ദിവസം സൊഫിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അവിടെ ഏകദേശം ഒരു സൊഫിൽ തന്നെ 50-ൽ കൂടുതൽ ആളുകളെ കൊള്ളും, 50-60 ആളുകളൊക്കെ കൊള്ളും. അങ്ങനത്തെ ഒരു 5-6 സൊഫ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഡ്യൂട്ടി ഇല്ലാത്ത ദിവസം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ 1-2 സൊഫ് കുറവായിരിക്കും. കാരണം എന്താ അറിയോ? ഡ്യൂട്ടി ഇല്ലാത്ത ആൾക്കാർ ആരും എണീക്കൂല, പള്ളിയിൽ വരൂല. നോക്കൂ നിങ്ങൾ. അപ്പൊ ഡ്യൂട്ടിക്ക് വേണ്ടിയാണ് നമ്മളൊക്കെ എണീക്കുന്നത്, നമസ്കരിക്കുന്നത്. ഈ ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. പിന്നെ സുബഹി നമസ്കാരം എന്ന് പറയുന്നത് കഴിവിൻ്റെ പരമാവധി വിനയാന്വിതനായി എൻ്റെ സഹോദരന്മാരോട് ഞാൻ പറയാണ്, സുബഹി നമസ്കാരം പ്രത്യേകിച്ച് നമ്മൾ ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരാൾ ജമാഅത്തായിട്ട് സുബഹി നമസ്കാരം നിർവഹിച്ചാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഫഹുവ ഫീ അമാനില്ലാ, അവൻ അള്ളാഹുവിൻ്റെ അമാനത്തിലാണ്, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. പിന്നെ അവനെ വഴിതെറ്റിക്കാൻ ഒരാൾക്കും സാധിക്കൂല. അവൻ്റെ കയ്യിൽ നിന്ന് അവൻ യഥാവിധി ജമാഅത്തോടു കൂടെ സുബഹി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ബിസിനസ്സിൽ അന്ന് ലോസ്റ്റ് സംഭവിക്കൂല. കാരണം എന്താണ്? അവൻ്റെ മാനേജ്മെന്റ് നടത്തുന്നത് ഫഹുവ ഫീ അമാനില്ലാ, അള്ളാഹുവാണ് മാനേജർ, അള്ളാഹുവാണ് ഡയറക്ടർ. ഒരിക്കലും അവൻ്റെ ബിസിനസ്സിൽ അന്ന് ലോസ്റ്റ് സംഭവിക്കൂല, അവനൊരിക്കലും വഴികേടിലാകൂല. ഫഹുവ ഫീ അമാനില്ലാ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത്താഴത്തിൻ്റെ മുമ്പ് എണീറ്റ് അത്താഴം കഴിച്ച് പിന്നെ ഉറങ്ങരുത്. പിന്നെ ഉറങ്ങിയാൽ പിന്നെ പള്ളിയിൽ പോകാന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. പിന്നെ ഉറങ്ങരുത്. പിന്നെ നേരെ പള്ളിയിൽ പോകുക, ഖുർആൻ പാരായണം ചെയ്യാം, അല്ലെങ്കിൽ ദിക്റുകൾ ചെല്ലാം. എന്നിട്ട് അത് കഴിഞ്ഞ് സുബഹി നിസ്കരിച്ച് വന്ന് പറ്റുന്നുണ്ടെങ്കിൽ ഉറക്കുണ്ടാകും, നിങ്ങളുടെ ഉറക്കിൻ്റെ സാഹചര്യം പോലെയൊക്കെ ചെയ്യാം. എങ്കിലും ഏറ്റവും നല്ലതെന്താ അറിയോ? സൂര്യൻ ഉദിക്കുന്നവരെ ഉറങ്ങാതിരിക്കാം. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മഹദി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വലവാത്തു റബ്ബി വസലാമുഹു അലൈഹി അവർ വീട്ടിൽ നിന്ന് പുറത്തു പോകുമായിരുന്നു. ഗേറ്റിൻ്റെ അവിടെ ചെന്ന് സ്വന്തം മകളെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു. അവരുടെ നെറ്റിയിൽ അല്ലാഹുവിൻ്റെ റസൂൽ ചുംബിക്കുമായിരുന്നു, അവരിങ്ങോട്ടും ചുംബിക്കുമായിരുന്നു. അത്രമാത്രം സ്നേഹമായിരുന്നു അവർ തമ്മിൽ. അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന ആ രോഗത്തിൽ കിടക്കുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അവിടെ വന്നു. അല്ലാഹുവിൻ്റെ റസൂൽ മോളെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോടെന്തോ മന്ത്രിച്ചു. അവർ കരഞ്ഞുകൊണ്ട് പോയി. രണ്ടാമതും അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ വിളിച്ചു. വീണ്ടും പിതാവ് പ്രിയത്തോടെ കാതിലെന്തോ പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പുഞ്ചിരിച്ചുകൊണ്ട് തിരിച്ചുപോയി. മഹദി ആയിഷത്തുൽ കുബ്രാ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ഫാത്തിമ നിന്നോട് അല്ലാഹുവിൻ്റെ റസൂൽ എന്താണ് പറഞ്ഞത്? നീ ആദ്യം കരഞ്ഞുവല്ലോ, പിന്നെ ചിരിച്ചുവല്ലോ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അതെൻ്റെ പിതാവ് സ്വന്തം മകളോട് പറഞ്ഞ സ്വകാര്യമാണ്, മറ്റുള്ളവരോട് എനിക്ക് പറയാൻ സാധ്യമല്ല. പിന്നീട് അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം
ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ആയിഷ, നീ എന്നോട് ചോദിച്ചില്ലേ എൻ്റെ പിതാവ് പറഞ്ഞത്? എൻ്റെ പിതാവ് ആദ്യം എന്നോട് പറഞ്ഞത്, മോളെ, നിന്റെ പിതാവിന് അധികകാലം ജീവിക്കില്ല, ഞാൻ വഫാത്താകാൻ പോകുകയാണ്. രണ്ടാമത് എന്നെ വിളിച്ചു പറഞ്ഞത്, ഫാത്തിമ, നീ സ്വർഗത്തിൽ യുവതികളുടെ നേതാവാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. അവരത്രമാത്രം ഹൃദയവന്തമായിരുന്നു റളിയല്ലാഹു തആല അൻഹ. നമ്മുടെ മക്കളോട്, നമ്മുടെ മരുമക്കളോട്, ഇവരോടൊക്കെ നമ്മൾ പെരുമാറേണ്ട ഒരു രീതിയുണ്ട്. അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നൊക്കെ ഒരു പരിധിവരെ നമ്മളത് പുലർത്തുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. മക്കളോട് വളരെ ഫ്രണ്ട്ഷിപ്പിൽ, അവരോട് താക്കീത് ചെയ്യേണ്ട കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റായിട്ട് ഒരു പിതാവ് എന്ന നിലക്ക്, ഒരു മാതാവ് എന്ന നിലക്ക് നാം സ്ട്രിക്റ്റായിട്ട് താക്കീത് ചെയ്യണം. പക്ഷേ അവരെ സാധാരണഗതിയിൽ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പോടെ അവരോട് പെരുമാറണം. ഇതാണ് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. പ്രത്യേകിച്ച് മരുമക്കളൊക്കെ ആണെങ്കിൽ, സ്വന്തം മകളുടെ ഭർത്താവൊക്കെ ആണെങ്കിൽ പല ആൾക്കാരും ഒരുപാട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് കാണാം. അതൊരു ഇസ്ലാമിക സംസ്കാരമല്ല. ഇവിടെ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകനായിരുന്നു ആര്? അലി റളിയല്ലാഹു തആല അൻഹു. അലി റളിയല്ലാഹു തആല അൻഹുവിനെ അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സൽക്കാരത്തിന് വിളിച്ചു. എന്നിട്ട് പ്രമുഖന്മാരായ സഹാബത്തിരിക്കുന്ന സദസ്സിൽ അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൽക്കാരത്തിന് ഈത്തപ്പഴം തിന്നിട്ട് ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ അലി റളിയല്ലാഹു തആല അൻഹു കാണാതെ അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നീക്കി വെച്ചു. എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പ്രമുഖന്മാരായ സഹാബത്തൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അവരെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ, അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ, ഞാൻ ഇൽമിൻ്റെ രാഷ്ട്രമാണെങ്കിൽ, സിറ്റിയാണെങ്കിൽ അതിലേക്ക് കടന്നു വരാനുള്ള കവാടമാണ് എൻ്റെ മരുമകനായ അലി റളിയല്ലാഹു തആല അൻഹു എന്നാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്. അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭാഗത്തേക്ക് നീക്കിവെച്ച ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് സഹാബത്തിനോട് ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ, ഇത്രമാത്രം ഈത്തപ്പഴം കഴിച്ച ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ കഴിച്ചതുകൊണ്ട് അലി റളിയല്ലാഹു തആല അൻഹു കഴിച്ചതുകൊണ്ട് രണ്ടും കൂടെ ഇങ്ങനെ കൂമ്പാരമായി നിന്നപ്പോൾ ഇത് കാണിച്ചുകൊണ്ട് പറയാണ്, ഓ, ഇത്ര കാരക്ക, ഇത്ര ഈത്തപ്പഴം കഴിച്ച ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പുഞ്ചിരിച്ചുകൊണ്ട്, ബുദ്ധിമാനായ അലി റളിയല്ലാഹു തആല അൻഹു, അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ, മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിൻ്റെ റസൂലിനോട്, സഹാബത്തിനോട് പറയുകയാണ്, റസൂലിനെ ചൂണ്ടിയിട്ട്, കുരു വിഴുങ്ങിയ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ? കുരു ഇവിടെ കാണാനില്ലല്ലോ, കുരു വിഴുങ്ങിയ ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ? ഇതാണ് ശരിക്ക് ഇസ്ലാമിക് കൾച്ചർ. നമ്മുടെ മരുമക്കളോടും, നമ്മുടെ മരുമക്കൾ ആണുങ്ങളായാലും ശരി പെണ്ണുങ്ങളായാലും ശരി, ഞങ്ങളുടെ നാട്ടിലൊക്കെ മരുമക്കൾ എന്ന് പറയാറുള്ളത് മകളുടെ ഭർത്താവിന് അല്ലെങ്കിൽ മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സ്ത്രീകൾക്ക്. അപ്പൊ ഇവരോടൊക്കെ നമ്മൾ പെരുമാറേണ്ട ഒരു ശൈലി ഇതാണ്. അല്ലാതെ ഡിസ്റ്റൻസ് ഉണ്ടാവരുത്. അതേസമയം നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയേണ്ടി വരും. റമദാനില് ളുഹുർ നമസ്കാരം കഴിഞ്ഞ് സീരിയൽ വെക്കാൻ തുടങ്ങി, ഒരു നോട്ടം നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ റിമോട്ട് എറിയണം. അത്രയും സ്ട്രിക്റ്റ് ആയിരിക്കണം ആ കാര്യത്തിൽ. ദീനിന്റെ കാര്യത്തിൽ അത്രയും സ്ട്രിക്റ്റ് ആയിരിക്കണം. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. മക്കളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ സ്വന്തം മക്കളെ, സ്വന്തം വേണ്ടപ്പെട്ടവരെ എന്തും ചെയ്യാൻ അനുവദിച്ച് നാളെ ആഖിറത്തിൽ വരുമ്പോ അവര് നമ്മെ വിളിച്ചു ക്ഷമിക്കാൻ പാടില്ല. അവർ വിളിച്ചു പറയുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹുവേ, എന്നെ വഴിപിഴപ്പിച്ച മാതാവിനെ, പിതാവിനെ ഒന്ന് കാണിച്ചു താ റബ്ബേ,
ഞാൻ അവരെ നരകത്തിന്റെ ആഴിയിലേക്ക് ചവിട്ടി താഴ്ത്തട്ടെ എന്ന് അവർ വിളിച്ചു പറയുന്ന ഒരവസ്ഥ നാളെ ആഖിറത്തിൽ ഉണ്ടാവാൻ പാടില്ല. നാം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് റമളാനിൽ വീട് ഭരിക്കേണ്ടത് നമ്മളായിരിക്കണം. നീ പിതാവാണെങ്കിൽ പിതാവായിരിക്കണം, നീ മാതാവാണെങ്കിൽ മാതാവായിരിക്കണം. അവിടെ ദീനിന് അനുസൃതമായ കാര്യങ്ങളെ നടക്കാൻ പാടുള്ളൂ. ബാങ്ക് വിളിച്ചാൽ എല്ലാവരും നമസ്കരിക്കണം. TV ക്ലോസ് ചെയ്യേണ്ട സമയത്ത് ക്ലോസ് ചെയ്യണം. ഇതൊക്കെ നമ്മളായിരിക്കണം നിയന്ത്രിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ നാം പറഞ്ഞു വന്നത്, നോമ്പ് എന്ന് പറയുന്നത് വെറും തിന്നാനും ഉറങ്ങാനും മാത്രം ഉള്ളതല്ല. നമ്മൾ മത്സരിക്കേണ്ടത് ഭക്ഷണം ഉണ്ടാക്കുന്നതിലല്ല, ഭക്ഷണം കഴിക്കുന്നതിലല്ല. നാം മത്സരിക്കേണ്ടത് ഖുർആൻ പറഞ്ഞ വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, സുഹൃതങ്ങൾ ചെയ്യുന്നതിലാണ്, ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നതിലാണ് നാം മത്സരിക്കേണ്ടത്. എൻ്റെ അയൽവാസി ഒരു ദിവസം 3 ജുസ് ഓതുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞാൽ, എൻ്റെ സഹോദരി, നാളെ നീ 4 ജുസ് ഓതണം. അല്ലാതെ അവളുടെ മരുമകനെ വിളിച്ചപ്പോൾ ലോഡ് കണക്കിന് കൂമ്പാരം ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ അതിലും വലിയ ലോഡ് നീ ഉണ്ടാക്കാൻ മത്സരിക്കരുത്. ഖുർആൻ പറഞ്ഞു വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, അവൾ 3 ജുസ് ഓതിയെങ്കിൽ നീ 5 ജുസ് ഓതണം. അതിലാണ് മത്സരിക്കേണ്ടത്. നല്ല കാര്യങ്ങളിൽ എപ്പോഴും നമ്മളെക്കാളും മുകളിലുള്ള ആൾക്കാരെ നോക്കേണ്ടത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, നശിച്ചൊരാൾ എങ്ങനെ നശിച്ചു എന്ന് നീ ആലോചിക്കരുത്. ഉന്നതിയിൽ എത്തിയ ഒരാൾ എങ്ങനെയാണ് ഉന്നതിയിൽ എത്തിയത് എന്ന് നീ പരീക്ഷിക്കണം, പരിശോധിക്കണം. എന്നിട്ട് അങ്ങനെ നീ ചെയ്യണം. അത് ദുന്യാവിൻ്റെ കാര്യത്തിലായാലും ശരി, ആഖിറത്തിൻ്റെ കാര്യത്തിലായാലും ശരി. അപ്പം എപ്പോഴും നല്ല കാര്യങ്ങളിൽ നമ്മളെക്കാളും ഉന്നതിയിൽ ഉള്ള ആളുകളെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റമളാൻ സമാഗതമായാൽ മഹാനായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഇജ്തഹദ, അല്ലാഹുവിൻ്റെ റസൂൽ പരിശ്രമിക്കുമായിരുന്നു. വശദ്ദൽ മിഅ്സർ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വന്തം തുണി മുറുക്കി ഉടുക്കുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുണ്ട് മുറുക്കി ഉടുക്കുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം തയ്യാറായിട്ടൊരു കാര്യം ചെയ്യുന്നതിനാണ് അറബിയിൽ ഷദ്ദൽ മിഅ്സർ എന്ന് പറയുക. ഇപ്പം നമ്മളൊക്കെ പണ്ട് കാലത്തൊക്കെ, ഇന്നൊക്കെ പാൻറ്റും ബർമുടയും ട്രാക്ക് പാൻറ്റും ഒക്കെ ആണല്ലോ. മുമ്പ് കാലത്തൊക്കെ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, നമ്മൾ ഓടാൻ നിൽക്കുമ്പോൾ, സ്കൂളിലൊക്കെ ഓട്ട മത്സരം ഉണ്ടെങ്കിൽ തുണി എടുത്തിട്ടാണ് സ്കൂളിൽ പോവുക. ഓടാൻ നിൽക്കുമ്പോൾ തുണി ഒരു കെട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഫുട്ബോളിന് കളിക്കാൻ പോകുമ്പോൾ തുണി ഒരു കെട്ട് കെട്ടിയിട്ടാണ് കളിക്കുക. ആ പ്രയോഗമാണ് ഇവിടെ ഷദ്ദൽ മിഅ്സർ. അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുണി മുറുക്കി കെട്ടുമായിരുന്നു. അത്രമാത്രം സ്ട്രിക്റ്റായിട്ട് ഇബാദത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഴുകുമായിരുന്നു. വീണ്ടും ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, വഅയ്ഖദ അഹ്ലഹു, സ്വന്തം വീട്ടുകാരെ, ഭാര്യമാരെ, സന്താനങ്ങളെ അല്ലാഹുവിൻ്റെ റസൂല് വിളിച്ച് ഉണർത്തുമായിരുന്നു. രാത്രിയായാൽ അല്ലാഹുവിൻ്റെ റസൂല് വിളിക്കുമായിരുന്നു അവരെയൊക്കെ ഖിയാമുൽ ലൈലിന് വേണ്ടിയിട്ട്. അപ്പോൾ സ്വന്തമായി സുഹൃതങ്ങൾ ചെയ്യണം, വീട്ടുകാരെ വിളിക്കണം. ഇതൊക്കെയായിരുന്നു അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും അത്രമാത്രം ശ്രദ്ധാലുക്കളായിരുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, റളിയല്ലാഹു തആല അൻഹുമാ, ഞാൻ ഒരു ദിവസം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന് 12 വയസ്സാണ്. റളിയല്ലാഹു തആല അൻഹുമാ, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, രാത്രിയായപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ എണീറ്റു നമസ്കരിക്കാൻ തുടങ്ങി. ഞാൻ ചെറിയ കുട്ടിയാണ്, ഞാനും ഉളൂ ചെയ്ത് നമസ്കരിക്കാൻ തുടങ്ങി. അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിഹ ഓതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇങ്ങനെ ഫാത്തിഹ ഓതി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അങ്ങനെ സൂറത്തുൽ ബഖറ ഓതാൻ തുടങ്ങി. ഖിയാമുൽ ലൈലിൽ, രാത്രി നമസ്കാരത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ ഓതാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു, കുട്ടിയായ ഞാൻ വിചാരിച്ചു ഒരു 100 ആയത്ത് ഓതുമ്പോൾ നിർത്തുമായിരിക്കും. നിർത്തിയില്ല, വീണ്ടും പോയി. സൂറത്തുൽ ബഖറ അവസാനിക്കാറായപ്പോൾ ഞാൻ കരുതി അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഖറ അവസാനിക്കുമ്പോൾ റുകൂഇലേക്ക് പോകുമായിരിക്കും. അല്ല, വീണ്ടും ആലിമ്രാൻ സ്റ്റാർട്ട് ചെയ്തു, ഓതാൻ തുടങ്ങി. ആലിമ്രാനും അവസാനിക്കാനായപ്പോൾ ഞാൻ വിചാരിച്ചു ആലിമ്രാൻ അവസാനിക്കുമ്പോൾ റുകൂഇലേക്ക് പോകുമായിരിക്കും. അതും കഴിഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസാ തുടങ്ങി. നിസാ സ്റ്റാർട്ട് ചെയ്തു. അടുത്ത സൂറത്തും കഴിഞ്ഞു, മാഇദ തുടങ്ങി. അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ 5.5 ജുസോളം ഒരു റക്അത്തിൽ ഓതി എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. ആരാണ് മുഹമ്മദ് മുസ്തഫ? ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, താങ്കൾ എന്തിനാണ് നീര് വന്ന സ്ഥിതിക്ക് ഇങ്ങനെ നിന്ന് നമസ്കരിക്കുന്നത്? അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ. കഴിഞ്ഞു പോയ, വരാൻ പോകുന്ന സകല പാപങ്ങളും പൊറുക്കപ്പെട്ട താങ്കൾ റസൂലേ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അഫലാ അകൂന അബ്ദൻ ശകൂറാ. ആയിഷ, ഞാൻ അല്ലാഹുവിന് നന്ദിയുള്ള അടിമയാകണ്ടേ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയായിരുന്നു സഹാബത്ത് റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. ഇങ്ങനെയായിരുന്നു സലഫു സാലിഹീങ്ങൾ. സലഫു സാലിഹീങ്ങളെ കുറിച്ച് പറയുമ്പോൾ, സഹാബത്തിനെ കുറിച്ച് പറയുമ്പോൾ, അവരുടെയൊക്കെ നമസ്കാരത്തെക്കുറിച്ച്, തറാവീഹിനെ കുറിച്ച് പറയുന്നത് നമ്മളൊക്കെ അത്ഭുതപ്പെടും കേട്ടാൽ. 3 ദിവസത്തിൽ ഒരു പ്രാവശ്യം ഖുർആൻ ഖതം തീർക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. 3 ദിവസത്തിൽ ഒരു പ്രാവശ്യം ഖുർആൻ ഖതം തീർക്കുമായിരുന്നു. 5 ദിവസത്തിൽ ഒരു പ്രാവശ്യം ഖതം തീർക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് 10 ദിവസത്തിൽ അവർ ഖതം തീർക്കുമായിരുന്നു. നമ്മളെവിടെയൊക്കെ ഒരു ജുസ് ഓതാണെങ്കിൽ തന്നെ ആ പള്ളിയിൽ ആരും പോകില്ല, ഒരു മനുഷ്യൻ ഉണ്ടാവില്ല പള്ളിയിൽ. നാട്ടിലാണെങ്കിൽ പറയും വേണ്ട, ആ മൂലയുടെ പിറ്റേന്ന് തന്നെ കമ്മറ്റി പിടിച്ച് ഒഴിവാക്കും. ഇതാണ് അവസ്ഥ. പ്രത്യേകിച്ച് മലപ്പുറക്കാപ്പ് കാര്യത്തിൽ വളരെ പിന്നിലാണ്. എന്നെ ആരെന്ത് പറഞ്ഞാലും വിടില്ല. മലപ്പുറ ഭാഗത്തൊക്കെ വളരെ പിന്നിലാണ് ആ വിഷയത്തിലൊക്കെ. കോഴിക്കോട് ആ ഭാഗത്തൊക്കെ ഞാൻ ഇമാമെന്നാണ്. കോഴിക്കോടൊക്കെ ഞാൻ ഇമാമക്കുന്ന കാലത്ത് ഒരു ഖത്തം തീർക്കണ പള്ളിയിൽ 27-ാം രാവിലെ ഞങ്ങൾ ഖത്തം തീർക്കും. എങ്കിലും പള്ളിയുടെ പുറത്തൊക്കെ എത്ര സൊഫായിരിക്കും പള്ളിയുടെ പുറത്ത് അറിയോ? ഞങ്ങളാ ഭാഗത്തൊന്നും അങ്ങനെ ഓതാൻ പറ്റൂല. അപ്പോൾ ആ ഒരവസ്ഥയിലേക്ക് നമ്മളെത്തണം. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു റക്അത്തിലാണ് ഈ പറഞ്ഞത് കേട്ടോ, ഒരു തറാവീഹിലല്ല, ഒരു റക്അത്തിലാണ് നമ്മൾ ഈ പറഞ്ഞത്. സൂറത്തുൽ ബഖറ, ആലി ഇംറാൻ, നിസാ, മാഇദ ഓതി എന്ന്. ഇതൊക്കെ സഹാബത്ത് ഇങ്ങനെ ചെയ്യുമായിരുന്നു, സലഫു സാലിഹ്യങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പം നമ്മളും ആ കൂട്ടത്തിലായിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് ഖുർആൻ നമ്മൾ ഖതം തീർക്കണ കാര്യത്തിൽ ഒരിക്കലും നമ്മൾ പിന്നിലാവരുത്. റമളാനിൻ്റെ മുമ്പ് തന്നെ ഒരു ടൈം ടേബിൾ, ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കണം. എന്നിട്ട് ഉറക്കിനൊരു സിസ്റ്റം. നിങ്ങളുടെയൊക്കെ ഡ്യൂട്ടിൻ്റെ സമയം നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 6 to 7 hours ഒരാൾക്ക് ഉറങ്ങണം അല്ലേ?
അപ്പം ആ സമയം നമ്മൾ കണ്ടെത്തണം. ഡിവൈഡ് ചെയ്ത് 2 പ്രാവശ്യമായാലും ശരി. ബാക്കിയുള്ള സമയത്തൊക്കെ ഖുർആൻ പാരായണം ചെയ്യാൻ. കാരണം ഖുർആനിൻ്റെ മാസമാണ് റമദാൻ. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ. റമദാനിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രാവശ്യം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ നിന്ന് ഖുർആൻ കേൾക്കുമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന ആ റമദാനിൽ 2 പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ നിന്നും കേട്ടു. അപ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിന് അറിയാമായിരുന്നു, ഇനി അധിക കാലം ഞാൻ ജീവിക്കില്ല. ആ റമദാൻ കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജ് നിർവഹിച്ചു. ഹജ്ജ് കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചു വന്നു. മഹാനായ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഫീഖുൽ അഅ്ലായിലേക്ക് നീങ്ങി. അപ്പോൾ ഖുർആനിൻ്റെ മാസമാണ് റമദാൻ. ഈ റമദാനിൽ ഏറ്റവും ചുരുങ്ങിയത് 1 പ്രാവശ്യമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു 3 പ്രാവശ്യമെങ്കിലും ഖുർആൻ ഖത്തം തീർക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിന് ശ്രമിച്ചാൽ കഴിയും. പറയും ഇൻഷാ അല്ലാഹ്, ഖൂലു ഇൻഷാ അല്ലാഹ്. സഹാബത്ത് അങ്ങനെയായിരുന്നു. ഖൂലു ഇൻഷാ അല്ലാഹ്. ഒരു 3 ജുസ് ഒരു ദിവസം ഓതാൻ എത്ര ടൈം വേണം? ഒരു ജുസ് ഓതാൻ എത്ര ടൈം വേണം? ആബി, എത്ര ടൈം വേണം ഒരു ജുസ് ഓതാൻ? അരമണിക്കൂർ വേണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش. ഇത് വളരെ സ്പീഡും അല്ല, എങ്കിൽ വളരെ സാവധാനമല്ല. ഈ ഒരു സ്പീഡിൽ ഒരു ജുസ് ഓതാൻ എത്ര ടൈം വേണ്ടി വരും? ഒരു 20-21 മിനിറ്റ് ഇത്രയേ വേണ്ടി വരുള്ളൂ. 20 അല്ലെങ്കിൽ 21 മിനിറ്റ്. കുറച്ച് തപ്പിപ്പഴക്കുള്ള ആൾക്കാർക്ക് അരമണിക്കൂർ. ആബിദ് ഓതാണെങ്കിൽ 21 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റും. അരമണിക്കൂർ മാക്സിമം കൂട്ട്. അരമണിക്കൂർ അത് വേണ്ട. അപ്പൊ 20 + 20 + 20 എത്ര? 60. എത്രയപ്പത്? 1 മണിക്കൂർ സമയേ 3 ജുസ് ഓതാൻ നമുക്ക് വേണ്ടതുള്ളൂ. എൻ്റെ സഹോദരിമാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇനി അതിൻ്റെ ഇടയിൽ വെറുതെ വായിൽ വെള്ളം ഊറുമ്പോൾ നോമ്പാണെന്ന് വിചാരിച്ച് പള്ളിയിൽ നിന്ന് പുറത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് തുപ്പാൻ നിൽക്കണ്ട. അത് നോമ്പിൽ പറഞ്ഞതല്ല, വെറുതെ വൃത്തികേടാക്കാൻ. അത് നോമ്പിൽ പറഞ്ഞതല്ല. തൊള്ളയിൽ വന്ന ഉമിനീര് ഇറക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. പുറത്തുനിന്ന് വെള്ളം ഇറക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ കാർക്കിച്ച് തുപ്പുന്നൊരവസ്ഥയിൽ തൊള്ളയിലേക്ക് ഇറക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. അല്ലാതെ ഉമിനീര് തുപ്പേണ്ട ഒരാവശ്യമില്ല. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ, സഹോദരിമാർ, എൻ്റെ ഉമ്മമാർ മനസ്സിലാക്കണം. തുപ്പിയിട്ട് ഒരു ദിവസം 1 മണിക്കൂർ റമദാനിൽ അതിനു വേണ്ടി നീക്കിവെക്കരുത്. എന്നിട്ട് ചില പഴയ വീട്ടിലൊക്കെ ചെന്നാൽ കാണാൻ പറ്റും, വല്യമ്മമാരൊക്കെ ഇരിക്കുന്ന ഭാഗത്ത് തുപ്പിയിട്ട് നാറിയിട്ടാണ് ചെല്ലാൻ പാടുണ്ടാവില്ല റമദാനിൽ. റമദാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തിയുള്ള മാസമാണ്. റഹ്മത്തിൻ്റെ മാലാഖമാർ ഇറങ്ങേണ്ട മാസമാണത്. തുപ്പാനുള്ള മാസമല്ല. സാധാരണ നമ്മൾ റമദാൻ അല്ലാത്ത കാലത്ത് എങ്ങനെയാണോ നമ്മുടെ ഉമിനീര് ഇറക്കുന്നത് അതുപോലെ ഇറക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 1 മണിക്കൂർ. ഇനി മാക്സിമം പോയാൽ ഒരു 75 മിനിറ്റ്, 1.25 മണിക്കൂർ വേണം 3 ജുസ് ഓതാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് 20 വയസ്സായ ആൾക്കാരുണ്ട്, അതിലും ചുവടെയുള്ള ആളുകളുണ്ട്. 40 വയസ്സായ ആൾക്കാരുണ്ട്. 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇമാം ഗസാലി റഹിമഹുല്ല പറഞ്ഞ ആ കാറ്റഗറിയിലാണ് നിങ്ങളൊക്കെ. 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, അത്ര ബുദ്ധിമുട്ട്, വയസ്സന്മാരാണ്.
40 വയസ്സ് കഴിഞ്ഞാൽ ഇസ്ലാമിക ദൃഷ്ട്യാ ഇമാം ഗസാലി റഹിമഹുല്ല പറഞ്ഞ പോലെ വയസ്സന്മാരാണ്. ഇബ്ലീസ് സമ്മതിക്കൂല. അത് നീ വയസ്സായി എന്ന് ഇബ്ലീസ് സമ്മതിക്കൂല. കാരണം എന്താണ്? ഇബ്ലീസ് തോന്നിക്കുക ഇപ്പോഴും ഒരുപാട് വയസ്സിനും കിടക്കുകയാണല്ലോ. 93 വയസ്സ്, 103, ഇതൊക്കെ അല്ലേ വയസ്സ്. 63 നമ്മുടെ വയസ്സ് മാക്സിമം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അള്ളാഹു അഡീഷണലായിട്ട് തരുന്നതാ. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, മഹാനായ ഇദ്രീസ് മുസ്ലിയാർ നവ്വറ അല്ലാഹു മർഖദ ഒരു ദിവസം ദാറുൽ ഹുദായുടെ പള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണ് ജുമുഅ കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചെരുപ്പ് ഇങ്ങനെ എടുത്തു കൊടുത്തു. അപ്പോൾ എൻ്റെ കൈ പിടിച്ചിട്ട് എന്നെ അടുത്തിങ്ങനെ തോളോട് തോളുരുമ്മി പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, നവ്വറ അല്ലാഹു മർഖദ താഹ, ഇന്ന് എനിക്ക് 63 വയസ്സായിട്ടുണ്ട്. ഇന്ന് എനിക്ക് 63 വയസ്സായിട്ടുണ്ട്. ഇനി ഞാൻ ജീവിക്കുന്നതൊക്കെ അള്ളാഹു എനിക്ക് തരുന്ന പ്രത്യേകമായ ഔദാര്യമാണ്. നോക്കൂ, അവരൊക്കെ അങ്ങനെയായിരുന്നു കണക്കാക്കിയിരുന്നത്. ഇബാദത്തിലായിട്ട് മാത്രമായിരുന്നു അവസാന കാലത്തൊക്കെ മഹാനവറുകൾ ജീവിച്ചിരുന്നത്. അള്ളാഹു അവരെയും നമ്മയുമൊക്കെ ജന്നത്തുൽ ഫിർദൗസിൽ മഹാനായ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ആമീൻ. അപ്പോൾ ഖുർആനിൻ്റെ കാര്യത്തിൽ നാം ഒരിക്കലും പിശുക്ക് കാണിക്കാൻ പാടില്ല. 40 വയസ്സായ പിന്നെ നമ്മളൊക്കെ വയസ്സന്മാരാണ്. ആഖിറത്തിലേക്ക് മലപ്പുറം സ്റ്റൈൽ പറഞ്ഞാൽ ഖബറിലേക്ക് ഒരു കാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കാല് ഖബറിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാര്യമായിട്ട് ആലോചിക്കണം ആഖിറത്തിൻ്റെ കാര്യം. 40 വയസ്സും കഴിഞ്ഞ് 50 ആയവർ പറയേണ്ട ആവശ്യമില്ല, 60 ആയവർ പറയേ വേണ്ട. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കാലഘട്ടത്തിൽ എത്ര ടൈമാണ് നമ്മളൊക്കെ ഖുർആന് വേണ്ടി നീക്കി വെച്ചത്? എൻ്റെ സഹോദരന്മാരെ, കഴിഞ്ഞ റമദാനിൽ നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന എത്ര ആളുകളാണ് ഇന്ന് ഖബറിൽ കിടക്കുന്നത്? ഞാൻ ഒരുപാട് ആളുകളെ എൻ്റെ മനസ്സിൽ കാണുന്നുണ്ട്. എത്ര ആളുകളാണ് ഖബറിൽ കിടക്കുന്നത്? ഈ റമദാൻ സമാഗതമായി അല്ലാഹു അനുഗ്രഹം പ്രദാനം ചെയ്യട്ടെ. اللهم بلغنا رمضان اللهم بلغنا رمضان اللهم بلغنا رمضان. ഈ റമദാൻ സമാഗതമായി നമ്മളൊക്കെ ജീവിച്ചു. അടുത്ത റമദാൻ വരുമ്പോ എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ജീവിച്ചിരിക്കുമോ നമുക്കറിയില്ല. നമ്മുടെ ജീവിതത്തിൽ അവസാന റമദാൻ ആകുമോ ഇത്? അല്ലാഹു അങ്ങനെ ആക്കാതിരിക്കട്ടെ. ഈ റമദാൻ കഴിഞ്ഞു. റമദാൻ കഴിഞ്ഞിട്ടും നമ്മൾ ഖുർആൻ ഒരു ഖത്തം പോലും തീർത്തില്ല. നാളെ അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബി. നാളെ ഖുർആൻ അത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക്, ഖുർആൻ മനഃപാഠമാക്കിയ ആളുകൾക്ക്, അതിൻ്റെ അഹ്ലുകാർക്ക് നാളെ ഖുർആൻ സാക്ഷിയായി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മീസാനിൻ്റെ അടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഖുർആൻ വന്നുകൊണ്ട്, ഖുർആനിലെ പ്രത്യേകമായ സൂറത്തുകൾ വന്നുകൊണ്ട് അള്ളാഹുവിനോട് തർക്കിക്കുമത്രേ. അള്ളാഹുവേ, ഇവൻ എന്നെ സ്നേഹിച്ചവനാണ്, എന്നെ ഹിഫ്ളാക്കിയവനാണ്, എന്നെ പാരായണം ചെയ്തവനാണ്. അതുകൊണ്ട് റബ്ബേ, ഇവന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനമെടുക്കാം, അവന്റെ തീരുമാനം എനിക്ക് വിട്ടു തരണമെന്ന് ഖുർആൻ പറയുമെന്ന്, സൂറത്തുൽ ബഖറ പറയുമെന്ന്, ആലി ഇംറാൻ പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആരാണ് പറയുന്നത്? സ്വാദിഖുൽ മസ്ദൂഖ് ഹബീബുൽ മഹ്ബൂബ് കല്ലദീ ലാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ മുഹമ്മദിൽ മുസ്തഫ സ്വലവാതു റബ്ബി വസലാമുഹു അലൈഹി. ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണേ. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബി. അതിൻ്റെ ആളുകൾക്ക് സാക്ഷിയായ ഖുർആൻ വരും. എന്നിട്ട് മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം തിർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യജീഉ സാഹിബുൽ ഖുർആൻ യൗമൽ ഖിയാമ. നാളെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളെ കൊണ്ടുവരപ്പെടും. നാളെ ഖുർആൻ ഹിഫ്ളാക്കിയ ആളുകളെ കൊണ്ടുവരപ്പെടും. അവിടെ ഖുർആൻ വരും. എന്നിട്ടോ ഖുർആൻ പറയും അല്ലാഹുവിനോട്, ഫയഖൂലുൽ ഖുർആൻ യാ റബ്ബി ഹല്ലി. അല്ലാഹുവേ, ഇവനെ ധരിപ്പിക്കണേ. നമ്മളൊക്കെ ഏതവസ്ഥയിലായിരിക്കും? നമ്മുടെ ഉമ്മ എങ്ങനെയാണോ നമ്മെ പ്രസവിച്ചത് അതുപോലെയായിരിക്കും മഹ്ശറയിൽ.
ഉടുതുണിയില്ലാതെയായിരിക്കും, ഔറത്ത് കാണിച്ചവരായിട്ടായിരിക്കും നമ്മൾ ഉണ്ടാകുക. ആളുകളെ കണ്ടുകൊണ്ട് ഖുർആനിന്റെ ആളുകളോട് ഖുർആൻ പറയുമത്രേ, അള്ളാഹുവിനോട് പറയുമത്രേ, യാ റബ്ബി ഹല്ലി, അള്ളാഹുവേ ഇവനെ ധരിപ്പിക്കണേ. അള്ളാഹു ധരിപ്പിക്കുകയാണ്. ഫയുൽബസ് ഹുല്ലത്തുൽ കറാമ, അഭിമാനത്തിന്റെ ആഡംബരത്തിന്റെ ഡ്രസ്സുകൾ അള്ളാഹു അവനെ അണിയിക്കുകയാണ്. വീണ്ടും ഖുർആൻ പറയുകയാണ്, സുമ്മ യഖൂൽ യാ റബ്ബി സിദ്, അള്ളാഹുവേ അധികരിച്ചു കൊടുക്കണേ, അധികരിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫയുൽബസ് താജുൽ കറാമ, അഭിമാനത്തിന്റെ ഇസ്സത്തിന്റെ രാജകീയതയുടെ താജ്, കിരീടം അള്ളാഹു അവന് അണിയിക്കുകയാണ്. വീണ്ടും ഖുർആൻ പറയുകയാണ്, സുമ്മ യഖൂൽ യാ റബ്ബി റളഅൻ, അല്ലാഹുവേ ഇവനെ നീ തൃപ്തിപ്പെടണേ നാഥാ. അല്ലാഹു തൃപ്തിപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു ഈ ഖുർആനിന്റെ ആളോട് പറയുകയാണ്, ഇഖ്റ വർതഖി, നിനക്ക് എത്രയാണോ ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കുന്നത് അത്ര നീ പാരായണം ചെയ്യുക. അവൻ പാരായണം ചെയ്യാൻ തുടങ്ങുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവന്റെ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഉയരുകയാണ്. അവൻ ജന്നത്തുൽ ഫിർദൗസിലേക്ക്, സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ രാജകീയമായ സ്വർഗമാണ് ജന്നത്തുൽ ഫിർദൗസ്. അതിന്റെ മുകളിലാണ് റബ്ബിന്റെ അർശുള്ളത്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅവാ, അവിടെയാണ് റബ്ബിന്റെ അർശുള്ളത്. അവിടേക്ക് സ്വർഗത്തിൽ നിന്ന് ഉന്നതമായ ദറജയിലേക്ക് അവൻ ഇങ്ങനെ ഓരോ ആയത്തും ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ പടിപടിയായി ജന്നത്തുൽ ഫിർദൗസിലേക്ക് ഉയർന്നു പോകുകയാണ്. അവൻ മിനൽ ജിന്നതി വന്നാസ് എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ അമ്പിയാക്കൾക്കുള്ള, ഔലിയാക്കൾക്കുള്ള, ഉലമാക്കൾക്കുള്ള പ്രത്യേകമായ സ്വർഗത്തിൽ അവൻ വിരാജിക്കുകയാണ്. അവിടേക്കാണ് സഹോദരാ സഹോദരി നമുക്കെത്തേണ്ടത്. അതുകൊണ്ട് അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ശ്രമം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.